വചനത്തെ ദൈവനാമത്തിൽ അറിയിക്കുകയാണ്. ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല, പക്ഷെ ഒരു കാര്യം പറയാം. പ്രാർത്ഥനാപ്പായിൽ ഇരുന്ന സമയത്ത് ഞാൻ കണ്ടൊരു കാര്യമുണ്ട്. ഇന്ന് രാത്രികാലം നമ്മൾ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഈ മീറ്റിങ്ങിൻ്റെ അകത്ത് വലിയ ചലനങ്ങൾ നടക്കും. ഈ മീറ്റിങ്ങിൻ്റെ അകത്ത് വലിയ വിടുതലുകൾ നടക്കും. ചുമ്മാ ഇവിടെ ഇരുന്ന് പറയുന്ന ഒരു കാര്യമല്ല. എനിക്ക് കൃത്യമായൊരു ബോധ്യമുണ്ട്. പ്രാർത്ഥനയോടൊരു കൂട്ടമായിരിക്കുമ്പോൾ എന്തേലും കാര്യം ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രാർത്ഥിക്കുന്നവരുടെ ഉള്ളിലോട്ട് വ്യത്യസ്തമായ സാഹചര്യത്തിലിരിക്കുന്ന പ്രിയമുള്ളവരോട് വളരെ വ്യക്തമായ ദൈവാത്മാവിന് ഇന്ന് രാത്രികാലം സംസാരിക്കുവാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ചില മാസങ്ങൾക്ക് മുമ്പാണ് ഈ മാസങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഒരു ഗൈഡൻസ് നൽകിയത്. ഞാൻ ആ ഒരു കാര്യം പറഞ്ഞ് ദൈവാത്മാവ് നൽകിയ വചനത്തിലോടൊന്ന് കടക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. മാർച്ച് മാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ചിന്ത, ഞാൻ അനുഭവിച്ച ഒരു കാര്യം, ഞങ്ങളുടെ കുടുംബം അനുഭവിച്ച ഒരു കാര്യം. മാർച്ച് മാസം എന്ന് പറയുന്നത് പല ജീവിതങ്ങളുടെ അകത്ത് വ്യക്തിപരമായ കർത്താവ് ഒരു എൻകൗണ്ടർ നടത്തുന്ന ഒരു മാസമായിട്ട് മാറും. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ചില ഡിവൈൻ ഷിഫ്റ്റുകൾ നടക്കുന്നത് പോലെ, ചില സീസണുകൾ ചേഞ്ച് ചെയ്യുന്നത് പോലെ വളരെ വ്യക്തമായ ദൈവസാന്നിധ്യത്തിൽ കൃത്യമായ ബോധ്യത്തിൽ ഞാനൊരു കാര്യം കൈമാറട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ സക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കാണുവാൻ സാധിക്കും. ഈ മനുഷ്യന് യേശുവിനെ കാണുവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പുരുഷാര നിമിത്തമായിട്ട് അവന് കഴിയുന്നില്ല. എന്നാൽ അതിനുശേഷമായിട്ട് അവനൊരു കാട്ടത്തി മരത്തിൽ കയറുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അവിടെ എത്തിയ സമയത്ത് ആ പുരുഷാരത്തിന് അവനെക്കുറിച്ച് വലിയ വിലയൊന്നുമില്ല. പക്ഷേ അവിടെ എത്തിയ സാഹചര്യത്തിൽ കർത്താവ് അവിടെ നിന്നതിന് ശേഷമായിട്ട് പറയുന്ന ഒരു പദമുണ്ട്, സക്കായിയെ വേഗത്തിൽ ഇറങ്ങി വാ എന്ന് പറഞ്ഞാൽ, ഈ രാത്രികാലം ഞാൻ തുടക്കത്തിൽ ഒരു ദൂത് ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ടേക്ക് കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. അമേൻ. അതുവരെ സക്കായിയുടെ ജീവിതം ഒരു സ്ലോ ആയിട്ടാണ് പൊക്കോണ്ടിരുന്നത്. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, യേശു കർത്താവ് അവരോട് പറഞ്ഞ ആ നിമിഷം തൊട്ടിട്ട് അവന്റെ ജീവിതത്തിൽ ഒരു ഡിവൈൻ സ്പീഡ് അവൻ വ്യാപരിച്ചതുപോലെ ഇന്ന് രാത്രികാലം പ്രാർത്ഥനയോട് കൂടിയിട്ട് പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കുന്ന പ്രിയമുള്ളവരോട് കൃത്യമായ ദൈവാത്മാവിന്റെ സാന്നിധ്യത്തിൽ ഞാനൊരു കാര്യം കൈമാറാം. പ്രിയരെ, ജീവിതത്തിന്റെ അകത്ത് ചില പ്രത്യേകമായ മേഖലകളുടെ അകത്ത്, മാനുഷികമായ അവസ്ഥകളുടെ അകത്ത് ഇനി പുറത്തു വരുവാൻ കഴിയുകയില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ആത്മാവിൽ വളരെ വ്യക്തമായി ഞാൻ കൈമാറട്ടെ. അതേ സക്കായിയുടെ ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് നടന്നതിന് ശേഷമായിട്ട് ഞാൻ ചിന്തിക്കുകയാ, കാട്ടത്തിമേൽ വലിഞ്ഞാ കയറിയത്, പക്ഷെ വിടുതൽ വളരെ വേഗത്തിലാണ് നടന്നത്. ഒരു കാര്യം, അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഒത്തിരി നിശബ്ദതയിലാണ് നിൽക്കുന്നത്. ഉപവസിച്ച് ഉപവാസങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുകയാ, വാഗ്ദത്തങ്ങൾ തലമേൽ കിടക്കുകയാ. പക്ഷെ ഒരു വിടുതൽ കാണാത്ത പ്രിയമുള്ളവരോട് എനിക്ക് ആ വചനത്തിലോട്ട് മൂവ് ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് അങ്ങനെ ഒരു ദൈവാത്മാവ് ഇങ്ങനെ ഒരു നിയോഗം തരുന്നത് കൊണ്ട് പറയട്ടെ, ചിലതിനെ ദൈവം അഭിമുഖമായി കാണുവാൻ ആഗ്രഹിക്കുന്ന രാത്രികാലമായി ഇത്. അതിനുശേഷമായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പദമുണ്ട്, ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരിക്കുന്ന പ്രിയമുള്ളവരോട് കൃത്യമായി ദൈവാത്മാവിന്റെ ബോധ്യത്തിൽ ഞാൻ കൈമാറട്ടെ. സാന്നിധ്യത്തിൽ ഒരുവനായാൽ, അമേൻ സ്തോത്രം ചെയ്യുന്നു, ദൈവ സന്നിധിയിൽ ഒരുവനായാൽ അവനെ കാണുന്ന ഒരു സ്വർഗമുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം എന്നോട് ചേർന്നൊന്ന് പറയുവാൻ സാധിക്കുമോ, ഇന്ന് എൻ്റെ കുടുംബത്തിന് രക്ഷ വരുന്നു, ഇന്ന് എൻ്റെ രോഗത്തിന് വിടുതൽ നടക്കുന്നു, ഇന്ന് എൻ്റെ പ്രയാസത്തിന് മധ്യേ യേശു പ്രവർത്തിക്കുന്നു. കാരണം മനുഷ്യന് പ്രവർത്തിക്കുവാൻ സാധ്യമല്ല, എന്നാൽ എൻ്റെ യേശു കർത്താവ് എൻകൗണ്ടർ ചെയ്യുന്ന സമയത്ത്, എൻ്റെ യേശു കർത്താവ് ഇടപെടുന്ന സമയത്ത് അസാധ്യമെന്ന് ചിന്തിക്കുന്ന ചില വിഷയത്തിന്റെ അകത്ത് അത്ഭുതകരമായ ദൈവപ്രവൃത്തി നടക്കുവാനിടയായി തീരും. വളരെ വേഗത്തിൽ നമുക്ക് ചിന്തിക്കാം. ഈ കാര്യം ഒരു മുഖവുരയായിട്ട് നിങ്ങൾ ചിന്തിക്കുക. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇന്നലെ ഈ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റൊരു മെസ്സേജാണ് പ്രിപ്പയർ ചെയ്തത്. പക്ഷേ ദൈവാത്മാവ് എൻ്റെ അടുത്ത് സംസാരിച്ചൊരു കാര്യമുണ്ട്, ആ മെസ്സേജ് അവിടെ കൊടുക്കരുത്, നീ കൊടുക്കേണ്ട ഒരു മെസ്സേജ് ഉണ്ട്. നമുക്ക് വായിക്കാം. ജോഷുവയുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. ആർക്കെങ്കിലും സാഹചര്യം അനുവദിക്കുന്നെങ്കിൽ ഒന്ന് വായിക്കാം, അല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. ജോഷുവയുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. ആർക്കെങ്കിലും വായിക്കാൻ പറ്റുന്ന സാഹചര്യമാണോ? അല്ലെങ്കിൽ ഞാൻ വായിക്കാം, കുഴപ്പമില്ല. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, യോശുവ 5:9. യഹോവ യോശുവയോട്, ഇന്ന് ഞാൻ മിസ്രയീമിന്റെ നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്ന് വരെ ഗിൽഗാൽ, ഉരുൾ എന്ന പേർ പറയുന്നു. ഈ രാത്രികാലം എത്ര പേർക്ക് വിശ്വസിക്കുവാൻ സാധിക്കും? ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു ബോധ്യത്തിൽ ഞാൻ കൈമാറട്ടെ. ഈ രാത്രികാലം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്ന ഒരു തലവാചകം എന്ന് പറയുന്നത്, ഞാൻ ഇന്ന് രാത്രികാലത്ത് ഈ ഒരു മെസ്സേജിന് നൽകുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു തലവാചകം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ പ്രിയമുള്ളവരെ. സാന്നിധ്യത്തിലായാൽ ചിലത് ഉരുണ്ടു മാറും.
അമേൻ സാന്നിധ്യത്തിലായാൽ ചിലത് ഉരുണ്ട് മാറും. ഈ രാത്രികാലം എത്ര പേർക്ക് പ്രാർത്ഥനയോട് കൂടിയിട്ടായിരിക്കുവാൻ സാധിക്കുന്നുണ്ട്? എത്ര പേർക്ക് പ്രതീക്ഷയോടെ ആയിരിക്കുവാൻ സാധിക്കുന്നുണ്ട്? ഈ രാത്രികാലം ആത്മാവിൽ നിന്ന് പറയുവാൻ സാധിക്കുമോ ചിലത് ഈ രാത്രികാലം എൻ്റെ ജീവിതത്തിന്റെ അകത്തു നിന്ന് ഉരുണ്ട് മാറുവാൻ പോകുകയാ? അമേൻ ജോഷുവ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്. മോശ എന്ന് പറയുന്ന ഒരു ലീഡർ അമേൻ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമായിട്ട് വരുന്ന ഒരു വ്യക്തിയാണ് ജോഷുവ എന്ന് പറയുന്നത്. നമുക്ക് അദ്ദേഹത്തെ അറിയാമല്ലോ പ്രിയമുള്ളവരെ. പക്ഷെ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ മനുഷ്യന്റെ ജീവിതത്തിന്റെ അകത്ത് ഒരു വലിയ ഒരു ഉത്തരവാദിത്വം കഴിഞ്ഞതിന് ശേഷമായിട്ട്, വലിയ ഒരു സാഹചര്യം കഴിഞ്ഞതിന് ശേഷമായിട്ട് പുതിയൊരു തലത്തിലോട്ട് വരുമ്പോൾ ഇവൻ വല്ലാതെ ഭയത്തോടെ ഇരിക്കുകയാ. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. 1-ാമത്തെ അധ്യായത്തിൽ 4 തവണ ആവർത്തിച്ച് എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. ഈ രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വചനത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ തന്നെ വളരെ വ്യക്തമായി സംസാരിക്കുകയാ. ജീവിതത്തിന്റെ ഏതൊക്കെയോ മേഖലകളുടെ അകത്ത് ഉറപ്പില്ലാതിരിക്കുന്ന, ജീവിതത്തിന്റെ ഏതൊക്കെയോ മേഖലകളിൽ വലിയ അമേൻ സ്വതന്ത്രം ചെയ്യുന്ന ഫൗണ്ടേഷൻ പോലും അമേൻ സ്വതന്ത്രം ചെയ്ത് കുലുങ്ങിയിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്ന് രാത്രികാലം എന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സംസാരിക്കുവാൻ ഒരു കാര്യമുണ്ട്. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമായിരിക്കുവൻ. അമേൻ സ്വതന്ത്രം ചെയ്ത ആ വാക്യത്തെ ഒന്നുകൂടി ഇങ്ങനെ യോശുവയുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്ത 1-ാം അധ്യായത്തിൽ എന്തിനാ യോശുവയോട് 4 രീതിയിൽ ദൈവം അങ്ങനെ സംസാരിച്ചത്? പുതിയൊരു ഉത്തരവാദിത്വത്തിലോട്ട് വരികയാണ്. പഴയൊരു എക്സ്പീരിയൻസിൽ നിന്ന് പുതിയൊരു തലത്തിലോട്ട് വരികയാണ്. ഇന്നലെ വരെ അസിസ്റ്റന്റ് പാസ്റ്റർ എന്നായിരുന്നു ആ മനുഷ്യനെ പലരും വിളിച്ചത്. പക്ഷേ ഇപ്പോൾ ആ ഒരു പുതിയൊരു സീസൺ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തുറന്നു കഴിഞ്ഞ സമയത്ത് ദൈവം അദ്ദേഹത്തെ ബലപ്പെടുത്തുന്ന ഭാഗമാണ് 1-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നത്. 2-ാം അധ്യായം എരിഹോവിലോട്ട് ഒറ്റുകാരെ അയച്ചതിന് ശേഷമാണ് രാഹാബ് എന്ന് പറയുന്ന ഒരു സഹോദരിയെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. അവിടെ നിന്ന് ഒരു കാര്യം എനിക്കൊന്ന് പ്രിയ ദൈവമക്കളോട് ഒരു കാര്യം സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ രാഹാബ് ഇവരെ ഇറക്കി വിടുന്ന സമയത്ത് അവിടെ യോശുവ അയച്ച 2 പ്രിയമുള്ളവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ വരുന്ന സമയത്ത് ഈ ചുവന്ന ചരട് നീ കെട്ടണം. പക്ഷേ എന്നെ ചിന്തിപ്പിച്ചൊരു വാക്ക് അവിടെ കിടക്കുന്നുണ്ട്. ചിലരോടുള്ള ജീവിതത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി രാത്രികാലം സംസാരിക്കുന്ന ഒരു പദം അവിടെ കിടക്കുന്നുണ്ട്. എന്നാണെന്നറിയാമോ പ്രിയരെ? അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. അവർ ഇറങ്ങിയ ഉടനെ അവൾ ആ ചരട് കെട്ടി. ഇന്ന് രാത്രികാലം ഞാനൊരു ദൂത് അവിടെ നിന്ന് കൈമാറാം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അമേൻ ചെയ്യുന്ന നാളുകളിലോട്ടല്ല, അടുത്ത മാസമല്ല, അടുത്ത വർഷമല്ല നമ്മുടെ വിടുതൽ നടക്കേണ്ടത്. നമ്മുടെ വിടുതൽ നടക്കേണ്ടത് ഇന്നാണ് എന്ന ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകണം പ്രിയമുള്ളവരെ. അമേൻ ചെയ്യുന്ന നമ്മുടെ ഈ ഒരു ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ നിശബ്ദതയാണ് അല്ലെ? നമ്മളെല്ലാവരും കടന്നു പോകുന്ന ഒരു പ്രത്യേക മേഖല എന്ന് പറഞ്ഞാൽ വാക്തത്വം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വാക്തത്വം ഒത്തിരിയാ. ഏത് മീറ്റിംഗ് കയറിയാലും വാക്തത്വ, ഏത് മീറ്റിംഗ് കയറിയ ദൂതുകളാ. പക്ഷെ ഇന്ന് രാത്രികാലം അമേൻ ഞാൻ കൃത്യമായ ഒരു കാര്യം കൈമാറട്ടെ പ്രിയമുള്ളവർ. നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഏതൊക്കെയോ ഡിലേസ് കിടക്കുന്നുണ്ടോ? ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ്. പല ദർശനത്തിന്റെയും പൂർത്തീകരണം സംഭവിക്കേണ്ട സമയമായിട്ടും അത് നടക്കുന്നില്ല എങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ജീവിതത്തിന്റെ ചില പ്രത്യേകമായ മേഖലകളിൽ കാലതാമസം വന്നുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തിന്റെ അകത്തും ഇന്ന് രാത്രികാലം പ്രാർത്ഥനയോട് കൂടിയിട്ട്, ആരാധനയോട് കൂടിയിട്ട് അതരങ്ങളെ ചലിപ്പിച്ചുകൊണ്ടായിരിക്കുന്ന പ്രിയമുള്ളവരോട് ദൈവാത്മാവിൽ ഞാൻ സംസാരിക്കട്ടെ. കാലതാമസം വരികയില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. യഹോവയായ ദൈവം അതിനെ ശീഘ്രമായിട്ട് അവൻ നിർവഹിക്കാൻ പോകുന്നു, ശീഘ്രമായിട്ട് നടത്തുവാൻ പോകുന്നു. ജീവിതത്തിന്റെ ഏതൊക്കെയോ മേഖലകളിൽ പ്രതീക്ഷകൾ നശിച്ച ഒരു കൂട്ടം ആളുകൾ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് വളരെ വ്യക്തമായി ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ അവൻ ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ ജീവിതത്തിന്റെ ചില പ്രത്യേകമായ മേഖലയുടെ അകത്ത് മരണത്തെ മുഖാമുഖം കാണുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന 2-ലധികം വ്യക്തികൾ ഈ മീറ്റിംഗിൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഇടപെടുന്ന ഒരു കാര്യമുണ്ട്. നീ ചിന്തിച്ചത് നിന്റെ ജീവിതം അങ്ങ് അവസാനിപ്പിക്കാമെന്ന, നീ ചിന്തിച്ചത് വാഹനം ഓടിക്കുമ്പോൾ ആരും കാണാതെ ഒരു ആക്സിഡന്റ് ആകാമെന്ന, പക്ഷേ നിന്റെ മരണം അമേൻ സ്തോത്രം ചെയ്യുന്നു. അത് നടക്കാത്തത് എന്തുകൊണ്ടെന്നറിയാമോ? നിനക്ക് പുറകിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉള്ളത് കൊണ്ടാണ് എന്നൊരു ബോധ്യം ഇന്ന് രാത്രികാലം ഉണ്ടാകണമെന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുമ്പോൾ രോഗിയായിട്ട് നിന്നെ തകർക്കുവാൻ വേണ്ടിയിട്ട് ശത്രുവായവൻ കൊണ്ടുവന്ന ചില പദ്ധതികളില്ലേ അമേൻ, ചില പ്രത്യേകമായ മേഖലയുടെ അകത്ത് നിന്നെ ഒതുക്കി കളയുമെന്ന് പറഞ്ഞ ശത്രുവിന്റെ കോട്ടകളില്ലേ, അതിന് മതി തകരാത്തത് എന്തുകൊണ്ടെന്നറിയാമോ? നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉള്ളത് കൊണ്ടാ. അതുകൊണ്ടാ പ്രിയരെ ഇന്ന് രാത്രികാലം എന്റെ ശബ്ദം പ്രിയമുള്ളവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ കഴിവ് കൊണ്ടല്ല. ഇന്ന് ഈ മീറ്റിംഗിൽ താങ്കൾ പങ്കെടുക്കണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്.
വളരെ വേഗത്തിൽ അവിടെ നിന്ന് മുന്നോട്ടേക്ക് കടന്നു പോകുന്ന സമയത്ത് ഇതെല്ലാം കഴിഞ്ഞ് അവർ അമേൻ പറഞ്ഞ യോർദാൻ എന്ന് പറയുന്ന ഒരു കാര്യം കടന്ന് അതിനുശേഷമായിട്ട് വരുന്ന ഒരു ഭാഗം 5-ാം അധ്യായം അവിടെ ഒരു പരിച്ഛേദനയുടെ ഭാഗമാണ്. പക്ഷേ അമേൻ പറഞ്ഞ ഈ പരിച്ഛേദനയും ശുദ്ധീകരണവും എല്ലാം കഴിഞ്ഞ സമയത്ത് ദൈവാത്മാവ് അവിടെ പറയുന്ന ഒരു പദമുണ്ട്. അമേൻ സ്തോത്രം ചെയ്യുന്ന യഹോവ യോശുവയോട് ഇന്ന് ഞാൻ മിസ്രയീമിന്റെ നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളയും. എന്തുവാ പ്രിയമുള്ളവരെ ഉരുട്ടിക്കളയുന്നതിന്റെ പ്രത്യേകത? ഉരുട്ടിക്കളയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് 4 സുവിശേഷങ്ങളിലൂടെ ഈ ഒരു കാര്യത്തിൽ നിന്ന് കണക്ട് ചെയ്യാം. മത്തായി സുവിശേഷം 28:2, ലൂക്കോസ് 24:2, മർക്കോസ് 16:2, യോഹന്നാൻ ലാസ്റ്റ്. ഈ വാക്യങ്ങൾ എല്ലാം യേശു കർത്താവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് നമുക്ക് അറിയുന്ന ഒരു കാര്യം. പക്ഷേ ഈ 3 സുവിശേഷം, അതായത് മത്തായി, ലൂക്കോസ്, യോഹന്നാൻ, 3 സുവിശേഷങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: കല്ല് ഉരുണ്ടു മാറി. ഏത് കല്ല ഉരുണ്ടു മാറിയെന്നറിയാമോ? മറിയ അതിരാവിലെ പോകുന്ന സമയത്ത് മറിയ പറയുക, അമേൻ സ്തോത്രം ചെയ്യുന്നു, കല്ല് ഉണ്ട്, അവൻ ജീവിതത്തിൻ്റെ അകത്തുനിന്ന് ചില പ്രയാസങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, ഇനി മുന്നോട്ടേക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്, മഹാപർവ്വതമായിട്ട് ചില കുന്നുകളായിട്ട് വഴികളെ അടച്ചു കളയുന്ന ആ കല്ലുകളെ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില കുടുംബത്തിന്റെ അകത്തു നിന്ന് മാറ്റുവാൻ പോകുന്ന സമയത്ത് അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യത്തിൽ ഈ രാത്രികാലം ഞാൻ കൈമാറട്ടെ. ആരാധിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബത്തിന്റെ അകത്ത് ഇന്ന് രാത്രികാലം മാറാത്ത ചില കല്ലുകളുടെ അകത്ത്, നീങ്ങത്തില്ല എന്ന് പറയുന്ന ചില പർവ്വതത്തിന്റെ അകത്ത് വലിയ ദൈവ സാന്നിധ്യം നടക്കുവാൻ പോകുന്നുവെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുന്ന സമയത്ത് അതിൽ വളരെ മനോഹരമായ ഒരു ഭാഗമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഈ കല്ലിനെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അവിടെ 2-ാമത്തെ വാക്യത്തിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. അവർ കല്ലറയുടെ 3-ാമത്തെ വാക്യം, കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആര് കല്ല് ഉരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരോട് സംസാരിക്കുകയാ. വീടിന്റെ അകത്ത് ഇന്നലകളിൽ തമ്മി പറഞ്ഞതാ, എന്റെ അച്ചായ ഇനി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന്. ജീവിതത്തിന്റെ അകത്ത് ഇന്നലെ പറഞ്ഞതാ, ഈ രോഗം നമ്മളെ കൊണ്ട് പോകുമെന്ന്. ജീവിതത്തിന്റെ അകത്ത് ഇന്നലെ പറഞ്ഞതാ, ഈ ജീവിതത്തിന്റെ പ്രത്യേകമായ മേഖലയുടെ അകത്ത് ഞാൻ തകർന്നു പോകുമെന്ന്. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, തമ്മിൽ പറഞ്ഞു. എൻ്റെ പ്രിയരെ, തമ്മിൽ പറയാൻ പോയിട്ട് ഒന്ന് ദൈവസന്നിധിയിൽ പോലും ഇരിക്കാൻ കഴിയാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എൻ്റെ പൊന്ന സഹോദര, ഈ വാക്ക് എന്തിനാണ് ഞങ്ങളോട് പറയുന്നത്? അല്ലേ, പരസ്പരം ഒന്ന് പല വിഷയങ്ങളും പറയുവാൻ ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്ന ഒരു പദം ഇങ്ങനെയാണ്: പലരും ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്, പക്ഷേ ചില കാര്യങ്ങൾ ആരെടുത്തും പറയാൻ പറ്റിയിട്ടില്ല. ഒന്ന് പൊട്ടിക്കരയുവാൻ പോലും, ആ വാക്ക് അതുപോലെ തന്നെ ദൈവാത്മാവിനോട് സംസാരിക്കുകയാണ്. ഒന്ന് പൊട്ടിക്കരയുവാൻ, ഒരു തോളിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ട് അതുപോലും കിട്ടാതിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇതിനകത്ത് ഇരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുമ്പോൾ എന്നെ ദൈവാത്മാവ് കാണിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാ. രാത്രി കിടക്കുന്ന സമയത്തെ ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, ആരും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വാ പൊത്തി കരഞ്ഞ ചിലത് ഇതിനകത്ത് ഇരിക്കുന്നുണ്ട് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുമ്പോൾ അവരോട് ദൈവാത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്: ആര് ഉരുട്ടി മാറ്റുമെന്നൊരു ചിന്തയുണ്ടല്ലോ, ആരും മാറ്റുമെന്നൊരു ചിന്തയുണ്ടല്ലോ. ഭാവി സംബന്ധമായ ചില വിഷയത്തിന്റെ അകത്ത് മുന്നോട്ടേക്ക് കടന്നു പോകുവാൻ കഴിയാതെ വണ്ണം ചില പ്രത്യേകമായ മേഖലകളുടെ അകത്ത് അകപ്പെട്ട് കിടക്കുവാൻ തുടങ്ങിയിട്ട് കാലാകാലങ്ങളായിരിക്കുന്ന പ്രിയമുള്ളവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ. പ്രിയരെ, ഇന്ന് രാത്രികാലം ആ കല്ലിനെ ഉരുട്ടി മാറ്റുന്ന ഒരു ദൈവം ഉണ്ടെന്ന്, ഇന്ന് രാത്രികാലം മനുഷ്യരാൽ അസാധ്യമായത് സാധ്യമാക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് റീന എന്ന് പറയുന്ന കർത്താവിന്റെ ദാസിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായ ആലോചന കൈമാറുക. നിന്റെ ഇന്നലകൾ നോക്കുന്ന സമയത്ത് വലിയൊരു ശൂന്യതയുടെ അനുഭവത്തിലൂടെ നീ കടന്നു പോകുന്നത്. പക്ഷെ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തതാ, ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തിച്ചതാ. പക്ഷെ ചില പ്രത്യേകമായ മേഖലകളുടെ അകത്ത് മനം കലങ്ങി നിൽക്കുവാൻ തുടങ്ങിയിട്ട് കാലങ്ങളായപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്: എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിനകത്ത് മാത്രം ഇത് സംഭവിച്ചത്? പക്ഷേ ദാസിയെ താങ്കളെ കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ഒരു ഉദ്ദേശമുള്ളത് കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് താങ്കളോട് ആലോചന കൈമാറുകയാണ്. ഇന്നലത്തെ വേദനകൾ നിന്നെ ഒതുക്കുവാനല്ല, നിന്നിലൂടെ പുറത്തോട്ട് വരേണ്ട അസാധാരണമായ ഒരു ശുശ്രൂഷയുണ്ട് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രികാലം വിളിച്ചു പറയുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി ജീവിതങ്ങളെയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് റീന എന്ന് പറയുന്ന സഹോദരിയോട് വിളിച്ചു പറയുന്നു: നിനക്കൊരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷ ആരും ചെയ്യാത്തതാ. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ മത്തിയാസിന് ചീട്ട് വീണോ? എന്തുവാ മത്തിയാസിന് ചീട്ട് വീണതിന്റെ പ്രത്യേകത? അതുവരെ 12 അപ്പോസ്തലന്മാർ നിലനിൽക്കുകയാ. അതിൽ ഒരുവൻ തെറ്റിപ്പോയി. അടുത്ത ഒരു അപ്പോസ്തല സ്ഥാനത്തിന് വേണ്ടിയിട്ട് ചിലതിനെ തെരഞ്ഞെടുക്കുവാനുള്ള സമയം വന്നിരിക്കുകയാ. അവിടെ ചെയ്യുന്നു ജോസഫ് എന്ന് പറയുന്ന മറ്റൊരു മനുഷ്യനുമുണ്ട്. എന്നെ ചിന്തിപ്പിച്ചൊരു വാചകം, അവര് ഈ 2 പേര് മാത്രമല്ല, ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ടാകും.
ദാസിയെ താങ്കളോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുകയാണ്. ഈ ദിവസങ്ങളിൽ ആമേൻ സ്തോത്രം ചെയ്യുന്നു, ചീട്ട് വീഴുക എന്നുള്ളത് അത് മദ്യാസിന് തന്നെയാണ് എങ്കിൽ ചില ചീട്ടുകൾ നിന്റെ തലമേൽ വീഴുവാനുള്ള സമയമായിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുന്ന സമയത്ത് പ്രാർത്ഥനാപ്പായുടെ അകത്ത് ഇന്ന് രാത്രികാലം ഒരു കൺഫോർമേഷന് വേണ്ടിയിട്ടാണ് താങ്കൾ ആയിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു, ഇതൊരു കൺഫോർമേഷനാ. ആമേൻ 2026 ആമേൻ ജൂൺ മാസത്തിനകത്ത് താങ്കളുടെ ജീവിതത്തിനകത്ത് അസാധാരണ ഒരു വഴിത്തരിവ് ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുന്ന സമയത്ത് ഏപ്രിൽ മാസം തുടക്കത്തിൽ അതിന്റെ സൂചനകൾ കണ്ടു തുടങ്ങുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുന്ന സമയത്ത് ഈ രാത്രികാലം മദ്യാസിന് ചീട്ട് വീണ പ്രിയമുള്ളവരെ ഒരു കാര്യമുണ്ട്. ഞാൻ അവിടെ നിന്ന് ഒരു കാര്യം കണക്ട് ചെയ്യട്ടെ. സദൃശ്യവാക്യം പറയുന്ന ഒരു കാര്യമുണ്ട്, ചീട്ട് തർക്കങ്ങളെ തീർക്കുന്നു. മനസ്സിലായോ? ചില ചീട്ട് വീണ് കഴിഞ്ഞാൽ മനുഷ്യന് ഒതുക്കാൻ പറ്റത്തില്ല. ചില ചീട്ട് വീണ് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്കും ഒതുക്കാൻ പറ്റത്തില്ല. ഇതിനകത്തിരിക്കുന്ന പ്രിയമുള്ളവരോട് വളരെ വ്യക്തമായി ദൈവാത്മാവ് ഇടപെടുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ സ്തോത്രം ചെയ്യുന്ന ചില ചീട്ടുകൾ വീഴുവാനുള്ള സമയമായിരിക്കുകയാ. ആ ചീട്ട് ആമേൻ മറ്റുള്ളവർ മാറ്റി നിർത്തിയതാ, മറ്റുള്ളവർ ഒഴിവാക്കി നിർത്തിയതാ, മറ്റുള്ളവർ ഇനി പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞതാ. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ആലോചന കൈമാറുകയാണ്. ചീട്ട് വീഴുന്ന സമയത്ത് അത് ദൈവിക പദ്ധതിയാണെങ്കിൽ ആമേൻ ഷീബ ഷിബു എന്ന് പറയുന്ന കർത്താവിന്റെ ദാസിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുകയാ. നിന്റെ കുടുംബത്തിന്റെ അകത്തു നിന്ന് പോലും ആമേൻ നിന്നെ ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു മേഖലയുണ്ട്. ആമേൻ ആരോടും പറയുവാൻ കഴിയാതെ വണ്ണം ആമേൻ നിന്നെ വല്ലാത്ത ഞെരുക്കുന്ന വിഷയമുണ്ട്. ഷീബ ഷിബു എന്ന് പറയുന്ന കർത്താവിന്റെ ദാസിയെ ആരോടും പറയാൻ പറ്റത്തില്ല. കാരണം സ്വന്തം കുടുംബത്തിനകത്തു നിന്ന് ആ കുത്തു വന്നേക്കുന്നേ, സ്വന്തം കുടുംബത്തിനകത്ത് നിന്ന് അടിച്ചു താഴ്ത്തിയേക്കുന്നത്. പക്ഷെ ഈ രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഇടപെടുകയാ. ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഹന്ന കരഞ്ഞതുപോലെ പലപ്പോഴും കരഞ്ഞിട്ടുണ്ട്. ദൈവാത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുകയാ. എന്നാ ഹന്നയുടെ കരച്ചിലിന്റെ പ്രത്യേകത? സ്വന്തം കുടുംബത്തിനകത്ത് നിന്ന് പെനീന എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ കുത്തു വന്നപ്പോൾ അവക്കത് താങ്ങാൻ പറ്റിയില്ല. ആമേൻ ജീവിതത്തിന്റെ ചില പ്രത്യേകമായ മേഖലയുടെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രാത്രികാലം ദാസിയെ നോക്കി ആലോചന കൈമാറുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് വന്ന കുത്തുകൾ ഉണ്ടല്ലോ, അത് നിന്നെ ഒതുക്കുവാൻ വേണ്ടിയിട്ടല്ല. പലരും പറഞ്ഞു ഇവളുടെ ജീവിതം അവസാനിച്ചു എന്ന്, പലരും പറഞ്ഞു ഇനി നിന്റെ ജീവിതത്തിനകത്ത് ഒരു പച്ചപ്പ് ഉണ്ടാകത്തില്ലെന്ന്. പക്ഷെ വചനം വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്, ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം അത് വാടുകയില്ല, ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം അത് തളരുകയില്ല. അങ്ങനെയെങ്കിൽ ദാസിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി വിളിച്ചു പറയുകയാണ്. ഷീബ ഷിബു എന്ന് പറയുന്ന കർത്താവിന്റെ ദാസിയെ ജീവിതത്തിനകത്ത് ഒരു പച്ചപ്പിന് വേണ്ടിയിട്ട് ദൈവം അതിനൊരു സിഗ്നൽ തുടങ്ങുവാൻ പോകുകയാണ്. വചനത്തിലൂടെ തന്നെ വ്യക്തമായി പറഞ്ഞാൽ ആമേൻ ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം വളരെ മനോഹരമാണ്. ആമേൻ ഞാൻ എടുത്തു വെച്ച വചനത്തിലൂടെ എനിക്ക് കടക്കാൻ പറ്റുന്നില്ല, പക്ഷെ ദൈവാത്മാവ് നയിക്കുന്നത് പോലെ ഞാൻ പോവുക. ആമേൻ സ്തോത്രം ചെയ്യുന്നു. അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നോഹ പെട്ടകം ഉണ്ടാക്കി. പെട്ടകം ഉണ്ടാക്കിയപ്പോൾ പലരും പറഞ്ഞ കാര്യം ഇവന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലെന്നാ. പ്രിയ ശിവ സിസ്റ്ററെ, പലരും പറഞ്ഞത് അങ്ങനെയാ, നിനക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലെന്നാ പലരും പറഞ്ഞത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ പെട്ടകത്തിന്റെ അകത്ത് കിടന്ന സമയത്ത് ആമേൻ സ്തോത്രം ചെയ്യുന്നു, ആളുകളെല്ലാം പറഞ്ഞ കാര്യം ഇവൻ പുറത്തു വരത്തില്ലെന്നാ. അവിടെ 22-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു പദമുണ്ട്, ഇവർ പെട്ടകത്തിന്റെ അകത്ത് കയറി ആ ദൈവം എന്ത് ചെയ്തു, വാതിലടച്ചു. പക്ഷെ അതിനുശേഷം ഒരു പദമുണ്ട്, മൂക്കിൽ ജീവശ്വാസം ഉള്ളതൊക്കെയും ചത്തുപോയി. ആമേൻ സ്തോത്രം. ജീവിതത്തിന്റെ അകത്ത് ചില മേഖലകളിൽ അങ്ങനെയാ, ചിലതൊക്കെ ജീവനോടെ ഉണ്ടെന്നുള്ള പേരേ ഉള്ളൂ, പലതും മരിച്ചിരിക്കുന്ന മരവിച്ചിരിക്കുന്ന അനുഭവമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുന്ന സമയത്ത് അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം എങ്ങനെയാ, ആ അധ്യായം അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ പ്രിയരെ? 150 ദിവസം വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു. ജീവിതത്തിനകത്ത് അങ്ങനെയാ. ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഈ ദൂത് പ്രിയ ഷീബ സിസ്റ്ററോട് മാത്രമായിട്ടല്ല, അത് ആമേൻ സ്തോത്രം ചില വ്യക്തി ജീവിതങ്ങളോട് കൂടെ കണക്ട് ചെയ്യുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. ആമേൻ സ്തോത്രം ചെയ്യുന്നു. വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ ആമേൻ സ്തോത്രം ചില പ്രത്യേകമായ വിഷയത്തിന്റെ അകത്ത് ജോയ്മോൻ കുണ്ടറ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസനെ ചില വിഷയങ്ങൾ ഇങ്ങനെ അടിച്ച് കയറാൻ തുടങ്ങിയിട്ട് ചില ദിവസങ്ങളായി. ആമേൻ സ്തോത്രം ചില വിഷയങ്ങളുടെ അകത്ത് ആമേൻ സ്തോത്രം ചെയ്ത് പുറത്തു വരത്തില്ല എന്ന് പറഞ്ഞിട്ട് മുക്കി കളയുമെന്ന് പറഞ്ഞ ചില വിഷയങ്ങളുണ്ടല്ലോ, നിന്നെ തകർത്ത് കളയുമെന്ന് പറഞ്ഞ ചില വിഷയങ്ങളുണ്ടല്ലോ, നിന്നെ ഒതുക്കി കളയുമെന്ന് പറഞ്ഞ ചില വിഷയങ്ങളുണ്ടല്ലോ, നിന്റെ കുടുംബത്തെ പരസ്യമായിട്ട് പരസ്യ കോലമാക്കുമെന്ന് പറഞ്ഞ വിഷയമുണ്ടല്ലോ. ആ വിഷയത്തിന്റെ അകത്ത് ആമേൻ സ്തോത്രം ചിലതിങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജീവിതത്തിന്റെ അകത്ത് പ്രതീക്ഷകളൊക്കെ അവസാനിച്ചതാ. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം തുറന്നു പറയുക, പ്രതീക്ഷ എവിടെ അവസാനിക്കുന്നുവോ അവിടെയാ ദൈവം വഴി തുറക്കുന്നത്. ആമേൻ സ്തോത്രം ചെയ്യുന്ന കർത്താവിന്റെ ദാസിയോട് ദൈവാത്മാവ് എങ്ങനെ സംസാരിക്കുകയാ? പേര് എനിക്ക് കാണുവാൻ സാധിക്കും ജോയ്മോൻ എന്ന, പക്ഷെ കർത്താവിന്റെ ദാസിയെ ദൈവാത്മാവ് സംസാരിക്കുന്ന ഒരു കാര്യം ഇതുമായിട്ട് ഞാനൊന്ന് കണക്ട് ചെയ്യട്ടെ. ഇസ്രായേൽ ജനം
അമേൻ മിസ്രൈമിൽ നിന്ന് വന്ന സമയത്ത് മുന്നിൽ കാണുന്നത് ചെങ്കടല, അമേൻ അവർ കാണുന്നത് വെള്ളമാ. പക്ഷെ ദൈവം കണ്ടത് വെള്ളമല്ല, ദൈവം കണ്ടത് ചെങ്കടലിന്റെ ഉള്ളിലൂടെയുള്ള ഒരു വഴിയാണെങ്കിൽ ഈ രാത്രികാലം ഏത് വിഷയത്തിന്റെ അകത്താണോ നീ അവസാനിച്ചു എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഏത് വിഷയത്തിന്റെ അകത്തു നിന്നാണ് പുറത്തു വരത്തില്ല എന്ന് താങ്കൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതേ വിഷയത്തിന്റെ അകത്ത് ജനം അമേൻ ചെങ്കടൽ കണ്ടപ്പോൾ ദൈവം വഴി കണ്ടുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദാസിയോട് ഇടപെടുകയാ. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്, യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. ഇന്ന് രാത്രികാലം വളരെ വേഗത്തിൽ ഞാൻ അവിടെ നിന്ന് മുന്നോട്ടേക്ക് കടന്നു പോകട്ടെ. നോഹ ഇങ്ങനെ നിൽക്കുകയാ, എല്ലാം അവസാനിച്ച് നിൽക്കുന്ന അധ്യായം. 7-ാം അധ്യായത്തിന്റെ പ്രത്യേകത അമേൻ സ്വന്തം ചെയ്തു, മരണം അവിടെയുണ്ട്, വാതിൽ അവിടെ അടഞ്ഞു. ജീവിതത്തിനകത്ത് ചിലർ അങ്ങനെയാന്നേ, ചില വാതിലുകളൊക്കെ മനുഷ്യൻ്റെ അടുത്തുകൂടെ അടഞ്ഞിരിക്കുക അല്ലേ അക്സ സിസ്റ്ററെ? അമേൻസും ചില വാതിലുകളൊക്കെ അങ്ങനെ അടഞ്ഞിരിക്കുകയാണ്. പല മനുഷ്യൻ്റെ മുന്നിലും അമേൻസും കൈ നീട്ടി, പല മനുഷ്യരുടെ മുന്നിലും കാര്യങ്ങളൊക്കെ നോക്കി, പക്ഷെ ചില വിഷയത്തിൻ്റെ അകത്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ വണ്ണം അമേൻസും ചെന്ന് വാതിൽ അടഞ്ഞിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രിയ അക്സ മറിയം എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസിയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുകയാ. നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് അടഞ്ഞു എന്ന് നീ ചിന്തിക്കുന്ന വാതിലുണ്ടല്ലോ, അത് ദൈവം അടച്ചതാ. അതിന് പുറകിൽ ഒരു ഉദ്ദേശമുണ്ടെന്ന് അമേൻസും. അതുകൊണ്ട് പല മേഖലയുടെ അകത്ത് അമ്മ തുടർമാനമായിട്ട് ദൈവാത്മാവ് ആ വാക്ക് തന്നെ ആവർത്തിച്ച് പറയുക, തുടർമാനമായിട്ട് ചില വിഷയങ്ങളുടെ അകത്ത് അമ്മ വല്ലാതെ തകർന്നത് അതുകൊണ്ട് ദൈവം അടച്ചു. പക്ഷെ ഒരു ദൂത് അവിടെ താങ്കൾക്ക് കിടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതൊന്ന് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ടേക്ക് വരട്ടെ. അവിടെ 7-ാം അധ്യായം ഒരു നെഗറ്റീവാണേൽ 8-ാം അധ്യായം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. 8-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാ, അമേൻ സ്തോത്രം ചെയ്യുന്നു. ദൈവം നോഹയെയും അവനോട് കൂടെ പെട്ടകത്തിലുള്ളതിനെയും ഓർത്തോണം. അമേൻ സ്വരം ദൈവം മറക്കുന്ന ദൈവം മാത്രമല്ല, ഓർക്കുന്ന ദൈവം കൂടെയാ. അമേൻ സ്വരം ഇന്നലെ ഏതൊക്കെയോ ജീവിതത്തിന്റെ അകത്ത് അമേൻ കർത്താവിന്റെ ദാസനെ അമേൻ സ്വരം സ്റ്റാൻലി സെബാസ്റ്റ്യൻ പ്രീ പാസ്റ്ററെ അമേൻ ജീവിതത്തിന്റെ അകത്ത് അമേൻ പലരും മറന്നു കളഞ്ഞത്, അമേൻ പലരും ഒറ്റപ്പെടുത്തിയത്, പലരും നിന്നയിലൂടെ കടത്തി വിട്ടത് അമേൻ സ്തോത്രം ചെയ്യുന്നു. അതിന്റെ മധ്യ ദൈവത്തിനൊരു പദ്ധതി ഉള്ളത് കൊണ്ടെന്ന് അമേൻ പലപ്പോഴും ചോദിച്ചതാ. അമേൻ സ്വരം ദൈവമേ അങ്ങനെ മറന്നു എന്ന്. കർത്താവ് ഞാൻ അങ്ങേക്ക് വേണ്ടി നിന്നിട്ടും എൻ്റെ ജീവിതത്തിനകത്തൊരു വിടുതൽ നടക്കുന്നില്ലല്ലോ എന്ന് അങ്ങ് പലതവണ പറഞ്ഞതാ. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിടെ വ്യക്തമായി കർത്താവിന്റെ ദാസനോട് ഓർമ്മിപ്പിക്കുകയാ, താങ്കൾ ആരാണെന്നോ താങ്കൾ എവിടെ നിന്നാ ജോയിൻ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ജീവിതത്തിന്റെ ചില പ്രത്യേകമായ മേഖലകളുടെ അകത്ത് അവൻ ചേർത്ത് പിടിച്ചവരായി ഇന്ന് ഏറ്റവും അധികം ഒതുക്കി വെച്ചേക്കുന്നത്. പക്ഷെ ദൈവാത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുകയാ, മനുഷ്യൻ ഓർക്കാത്തതിനെ ദൈവം ഇന്ന് രാത്രികാലം ഓർക്കാൻ പോവുക. നോഹയെ അമേൻ സ്തോത്രം ചെയ്തു പെട്ടകത്തിന്റെ അകത്ത് കയറിയപ്പോൾ പലരും പറഞ്ഞതാ ഇനി പുറത്തു വരത്തില്ലെന്ന്. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ അമേൻ ഓർക്കുക മാത്രമല്ല, ഒരു കാറ്റടിപ്പിച്ചു. അമേൻ കാറ്റടിപ്പിച്ചതിന് ശേഷമായിട്ട് ജീവിതത്തിലെ ചില പ്രത്യേകമായ മേഖലയുടെ അകത്ത് കാറ്റടിച്ചപ്പോഴാണ് ഇന്ന് നമ്മളീ പലരും തകർന്നത്. ആ കാറ്റിനൊരു പ്രത്യേകതയുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു പദം എങ്ങനെയാ, ആ കാറ്റ് എവിടെ നിന്ന് വരുന്നെന്നോ അത് എവിടേക്ക് പോകുന്നെന്നോ അറിയത്തില്ല അല്ലേ? ജീവിതത്തിന് ചില പ്രത്യേകമായ മേഖലകളുടെ അകത്ത് അമേൻ സ്തോത്രം ചെയ്തു ചില കാറ്റുകൾ അങ്ങനെയല്ലേ ജെൻസി സിസ്റ്ററെ അടിച്ചത്, ചില കാറ്റ് അങ്ങനെയാ അടിച്ചത്. അമേൻ സ്തോത്രം ചെയ്തു. ആ കാറ്റ് എവിടുന്ന് വന്നേന്ന് അറിയത്തില്ല. വളരെ വേഗത്തില ദൈവാത്മാവ് ഇങ്ങനെ സംസാരിക്കുകയാണ് കർത്താവിന്റെ ദാസിയോടുള്ള ബന്ധത്തില. അമേൻ സ്തോത്രം ചില കാറ്റുകൾ അടിച്ചത് അങ്ങനെയാ. അമേൻ സ്തോത്രം ചെയ്യുന്നു. ആ കാറ്റ് വന്നപ്പോൾ അത് മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, കാറ്റിന് ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, പടക് മുക്കണം. അമേൻ ജീവിതത്തിന്റെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു കാര്യം കൈമാറുന്നു, മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങളിലൂടെ കടന്നു പോയിട്ട് അതിന്റെ സാക്ഷിയുമായിട്ടാണ് ഇന്ന് ഈ മീറ്റിങ്ങിൽ ഇരിക്കുന്നത്. എത്രയോ തവണ മുക്കുമെന്ന്, എത്രയോ തവണ ഒതുക്കുമെന്ന്, എത്രയോ തവണ തകർക്കുമെന്ന്, എത്രയോ തവണ ജീവിതത്തിനകത്ത് വിടുതൽ ഉണ്ടാകില്ല എന്ന് ദൈവം പലതവണ പറഞ്ഞ സമയത്ത് ആ രീതിയിൽ കടന്നു പോയപ്പോൾ പലപ്പോഴും ലോകം പറഞ്ഞ സമയത്ത് ദൈവം ഓർമ്മിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? പടകിൽ യേശു ഉള്ളത് കൊണ്ടാണ് മുങ്ങാത്തെ. പടകിൽ യേശു ഉള്ളത് കൊണ്ട് ആ മുങ്ങാത്തെ എന്ന് അമേൻ സ്വരം മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് ജീവിതത്തിനകത്ത് ഒരു കൂട്ടം ആളുകൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് മുങ്ങാത്തത്. പക്ഷേ പ്രിയ കർത്താവിന്റെ ദാസിയെ ജീവിതത്തിൽ അമേൻ സ്വരം ഒത്തിരി വേദനയിലൂടെ കടന്നുപോയ, പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രാത്രികാലം ഒരു ആലോചനയായി മാറി. മർക്കോസിന്റെ സുവിശേഷം 4:39 അവൻ കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക, ജീവിതത്തിനകത്ത് അടിക്കുന്ന ചില കാറ്റുകളുണ്ടല്ലോ, ആ കാറ്റുകളുടെ മധ്യേ ദൈവത്തിന് തന്നെ ചില കാര്യങ്ങളെ പ്രൂവ് ചെയ്യുവാനുണ്ടെന്ന് അമേൻ സ്വരം ആ കാറ്റ് അമരുവാൻ പോകുകയാണെന്ന് ദൈവാത്മാവ് ആലോചന കൈമാറിയ പ്രിയ അക്സസിസ്റ്ററോട് നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മേഖലയിലോട്ടാണല്ലോ കണക്ട് ചെയ്തത്. അമേൻ സ്വരം താങ്കളോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടി ദൈവാത്മാവ് അങ്ങനെ സംസാരിക്കുകയാണ്. ഇപ്പോൾ ഈ മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ പോലും, മീറ്റിങ്ങിന്റെ ഹോസ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ പോലും കാര്യങ്ങളൊക്കെ ശരിയാണ്, മീറ്റിങ്ങിന്റെ ഹോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. പക്ഷേ ജീവിതത്തിന് ചില പ്രത്യേകമായ മേഖലകളുടെ വലിയ ചോദ്യമാണ്, വലിയ സംശയമാണ്. ഇപ്പം നോക്കുന്ന സമയത്തൊന്നും കാണുന്നില്ല, ഇപ്പം നോക്കുന്ന സമയത്തൊന്നും നടക്കുന്നില്ല. പല കാര്യങ്ങൾ നോക്കി ദൈവാത്മാവ് എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. 12 സംവത്സരമുള്ള ആ സഹോദരി
അവിടെ ഒരു വാക്ക് ചോദിച്ചിട്ടുണ്ട്, പല വൈദ്യന്മാരാൽ. ജീവിതത്തിനകത്ത് അങ്ങനെയാണ്, പല മേഖലയിലൂടെ കടന്നു പോയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ അവിടെ ഒന്നും കയറാൻ പറ്റിയിട്ടില്ല, അവിടെ ഒന്നും ഒരു വിടുതൽ കിട്ടിയിട്ടില്ല. പക്ഷെ ദൈവാത്മാവ് സംസാരിക്കുകയാണ്. അതേ 8-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഏകദേശം ഒരു 300 ദിവസം വെള്ളം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ നോഹ എന്ത് ചെയ്തു? പെട്ടകത്തിൽ നിന്നൊരു ഒരു പ്രാവിനെ പുറത്തോട്ട് വിട്ടു. പ്രാവിനെ പുറത്തോട്ട് വിട്ടപ്പോൾ ആദ്യത്തെ പ്രാവശ്യം പ്രാവ് ചുമ്മാ വന്നു. രണ്ടാമത്തെ പ്രാവശ്യം പ്രാവ് പുറത്തോട്ട് വന്നപ്പോൾ ഒരു ഒലിവിലയായിട്ടാണ് വന്നേന്ന്. ഒലിവില പച്ചപ്പ് എന്തിനാ കാണിക്കുന്നതെന്ന് അറിയാമോ? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ എൻ്റെ പ്രിയമുള്ളവരെ. കഴിഞ്ഞ 300 ദിവസമായിട്ട് വെള്ളത്തിന്റെ അടി കിടക്കുന്ന ആ ഭൂമിയുടെ അകത്ത് എങ്ങനെയാ പച്ചപ്പ് കാണാൻ സാധിക്കുന്നത്? ഒരാഴ്ച നമ്മളൊരു പച്ചപ്പ് ഒന്ന് വെള്ളത്തിലിട്ട് നോക്കണം. അത് ചീഞ്ഞ് കരിഞ്ഞ് വാടിപ്പോകും. സ്വോത്രം ചെയ്യുന്നു. പക്ഷെ ഓർത്തോണം, കഴിഞ്ഞ 300 ദിവസമായിട്ട് വെള്ളത്താൽ ചുറ്റപ്പെട്ട ആ മേഖലയുടെ മധ്യ ഒരു ഒലിവിനെ ദൈവം കൊണ്ടുവന്നെങ്കിൽ പ്രിയ കർത്താവിന്റെ ദാസിയെ, നീ ചിന്തിക്കുന്നത് വഴി ഇപ്പോഴും അടഞ്ഞെന്ന. പക്ഷെ ദൈവാത്മാവ് പറയുക, സ്വോത്രം ചെയ്യുന്നു, നീ ചിന്തിക്കുന്നത് പോലെയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിനക്ക് വേണ്ടി ഒരു പച്ചപ്പ്, ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊള്ളുക എന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുമ്പോൾ ഈ രാത്രികാലം നിന്റെ മുന്നിൽ സാധ്യതകളൊന്നുമില്ല. ഈ രാത്രികാലം നടക്കുവാൻ യാതൊരു മേഖലകളുമില്ല. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദാസിയോട് സംസാരിക്കുകയാണ്, വളരെ വേഗത്തിൽ ഒരു യാത്രയ്ക്ക് പുറപ്പാടുക, യാത്രയ്ക്ക് തയ്യാറാകുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്. എങ്ങനെയെന്നറിയാമോ? സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ ഞാൻ നിന്നെ പറഞ്ഞയക്കുമെന്ന വാക്തത്വം പലതും കിടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നിവൃത്തീകരണമായിട്ടില്ല. പക്ഷേ ഈ രാത്രികാലം ദൈവാത്മാവ് പ്രിയ ദാസിയോട് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ്. ഒരു യാത്രയുണ്ട്, അതിനുവേണ്ടി വളരെ വേഗത്തിൽ തയ്യാറായിക്കോളാൻ. ജീവിതത്തിന്റെ അകത്ത് ആ യാത്ര എന്തിനാ ഇത്ര ഡിലേ ആയതെന്ന് അറിയാമോ? പല മനുഷ്യന്റെ മുന്നിൽ വാതില് കൊട്ടിയിട്ടും തുറക്കാത്ത എന്നാന്നറിയാമോ? അവര് തുറന്നിരുന്നേലേ ഞാൻ അവിടെ നിന്ന് ഒരു ദൂതെന്ന് കൈമാറാം. ഈ ജോസഫ് പണ്ടൊരു അബദ്ധം ചെയ്തു. പാനപാത്രവാഹകനോട് പറഞ്ഞേ ചോദ്യം ചെന്ന് എന്നെ ഒന്ന് ഓർക്കണമെന്ന്. ആ പുള്ളി ഓർക്കാത്തതിന്റെ കാരണം എന്നാന്നറിയാമോ? പുള്ളി ഓർത്തിരുന്നേല എവിടെ എത്തുമായിരുന്നെന്നറിയാമോ? ആ പാനപാത്രവാഹകന്റെ അണ്ടറിൽ എത്തത്തുള്ളൂ. പാനപാത്രവാഹകന്റെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാനേ പറ്റത്തുള്ളൂ. പക്ഷെ അഭിഷേകമുള്ളവനെ ദൈവം കാണുന്നത് ഒരുത്തന്റെ അണ്ടറിൽ കൊണ്ടുവരാനല്ല. അഭിഷേകമുള്ളവനെ ദൈവം ആഗ്രഹിക്കുന്നത് ഒരു പ്രത്യേകമായ മേഖലയിലോട്ട് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുകയാണ്. ജീവിതത്തിന്റെ അകത്ത് ദൈവം വഴി തുറക്കുമ്പോൾ അതേ മേഖലയിൽ തന്നെ ചില പ്രത്യേകമായ വിഷയങ്ങളുടെ അകത്ത് അത്ഭുതകരമായ വിടുതൽ നടക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുകയാണ്. പ്രിയ അനീഷ് കുമാർ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം ഇങ്ങനെ കൈമാറുകയാ. ഇവിടെ നമ്മൾ വായിച്ച് മർക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്ന ഒരു പദമുണ്ട്. സ്വോത്രം ചെയ്യുന്നു, കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി 6 കല്ല് ഉരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം ഇങ്ങനെ സംസാരിക്കുകയാ. പല വിഷയത്തിന്റെ അകത്ത് പ്രാർത്ഥിച്ചിട്ടും 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ, സ്വോത്രം ചെയ്യുന്ന മറുപടികൾ ലഭിക്കാത്ത 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ആ വിഷയത്തിന്റെ അകത്ത് വളരെ വേഗത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായിട്ട് താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുന്നുവെന്ന് ഈ രാത്രികാലം കൃത്യമായി ദൈവാത്മാവ് സംസാരിക്കുമ്പോൾ ഇത് താങ്കൾക്ക് ഒരു കൺഫർമേഷനാ. ഒന്നുകൂടെ വചനത്തിലൂടെ തന്നെ പറഞ്ഞാൽ ഈ സഹോദരിമാർ കടന്നു വന്ന സമയത്ത് അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇത് ആര് ഉരുട്ടിക്കളയും? എന്നാൽ കർത്താവിന്റെ ദാസനെ അടുത്ത വാക്യം ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം ചെയ്യുന്ന 4-ാമത്തെ വാക്യം, തമ്മിൽ അവർ പറഞ്ഞു, അവർ നോക്കിയപ്പോൾ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അത് ഏറ്റവും വലുതായിരുന്നെന്ന്. ഇന്ന് ജീവിതത്തിലായിരിക്കുന്ന മേഖല ഏറ്റവും വലിയ കഠിനത്തിന്റെ ഏറ്റവും വലിയൊരു പ്രയാസത്തിന്റെ മേഖലയാണെങ്കിലും പ്രിയ അനീഷ് കുമാർ പ്രിയ കർത്താവിന്റെ ദാസനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുകയാ. ദൈവം തന്നെ അതിനെ ഉരുട്ടി മാറ്റുവാനുള്ള സമയമായത്. സ്തോത്രം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ സ്തോത്രം ചെയ്യുന്നു, താങ്കളുടെ പേരിലൂടെ ചില കാര്യങ്ങൾ, ചില സാക്ഷ്യങ്ങൾ പുറത്തു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുന്ന സമയത്ത് അവസാനിച്ച വിഷയത്തിനകത്ത് ഒന്നുകൂടെ വ്യക്തമായിട്ട് ദൈവാത്മാവിനോട് ഇടപെടുകയാ. ആ 2 വിഷയം അതുവാടി ഇരിക്കാനുള്ള ഒത്തിരി നാളായതാ. ആ വിഷയത്തിനകത്തൊരു വിടുതൽ നടക്കാതെ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നത്. പക്ഷേ ദൈവാത്മാവ് സംസാരിക്കുകയാ, കല്ല് ഉരുട്ടി മാറ്റിയതുപോലെ ചിലത് ഉരുട്ടി മാറ്റാൻ പോകും. എൻ്റെ പ്രിയരെ എനിക്ക് വളരെ വ്യക്തമായ ദൈവാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ഒരു കാര്യം കൈമാറട്ടെ. ഞാൻ ഈ ഒരു ഭാഗം ഇന്ന് രാവിലെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത സമയത്ത് ദൈവാത്മാവ് ഇടപെട്ടൊരു കാര്യം, കല്ല് പെറുക്കുവാണെങ്കിൽ അത് ഇടുന്നത് അടുത്ത, കല്ല് പെറുക്കുവാണെങ്കിൽ അത് ഇടുന്നത് നമ്മുടെ കൺമുൻപിലാണ് അല്ലേ? പക്ഷേ കല്ല് ഉരുട്ടി എന്നാ പറയുന്നത്. ഉരുട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ കാണത്തില്ലെന്നാ.
അമേൻ സ്തോത്രം ചെയ്യുന്നു. പിന്നെ കാണത്തില്ലെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഇടപെടുകയാ ഈ രാത്രികാലം. അമേൻ സ്തോത്രം ചെയ്യുന്നു. ചിലതിനെ അവൻ പെറുക്കി മാറ്റുവാനല്ല, ചിലതിനെ എടുത്തു മാറ്റുവാനല്ല, ചിലതിനെ ഉരുട്ടിക്കളയുവാനാ ദൈവം ആഗ്രഹിക്കുന്നത്. ജീവിതത്തിന്റെ അകത്ത് അസമാധാനത്തിലൂടെ കടന്നു പോകുന്ന പ്രിയരെ, അമേൻ സ്തോത്രം, ഈ രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് താങ്കളോട് ഇടപെടുകയാണ്. സൂസന്ന എന്ന് പറയുന്ന കർത്താവിന്റെ ദാസിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുകയാ. ചിലതിനെ ദൈവം എടുത്തു മാറ്റുവാൻ പോകുകയല്ല, ഉരുട്ടി മാറ്റുവാൻ പോകുകയാണെന്ന്. ജീവിതത്തിന്റെ അകത്ത് ചില പ്രത്യേകമായ വിഷയത്തിന്റെ അകത്ത് വല്ലാതെ ഭാരപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യവാ, അമേൻ സ്തോത്രം, എന്തുകൊണ്ടാണ് തുടർമാനമായിട്ട് ഇങ്ങനെ പ്രശ്നം വരുന്നത്? അല്ലേ അമേൻ സ്തോത്രം, തുടർമാനമായിട്ട് ആ പ്രശ്നം വരുന്നത്. അത് ആരോട് പറഞ്ഞിട്ടും മാറുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം താങ്കളോട് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ്. ആ വിഷയത്തെ എൻ്റെ ദൈവം ഈ ദിവസങ്ങളിൽ അമേൻ സ്തോത്രം ഉരുട്ടി മാറ്റുമ്പോൾ അത് അമേൻ സ്തോത്രം കൺമുൻപിലൂടെ ഉരുണ്ട് പോകുന്നത് നമ്മൾ കാണുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുകയാണ്. വളരെ വേഗത്തിൽ ഞാൻ അവിടെ നിന്ന് മുന്നോട്ട് കടന്നു പോകട്ടെ. പ്രിയ സൂസനാൻഡിയെ, അവൻ ജീവിതത്തിന്റെ അകത്ത് ചില പ്രത്യേകമായ സാഹചര്യങ്ങൾ വന്നത് അമേൻ സ്തോത്രം ചിലത് ഉരുട്ടി മാറുവാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും ചിന്തിച്ചൊരു കാര്യം, ജീവിതം അങ്ങ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് അവസാനിച്ചെന്ന ദൈവാത്മാവ് എന്നോട് അങ്ങനെ തന്നെ ഒരു കാര്യം സംസാരിക്കുമോ? ഈ ദിവസങ്ങൾ കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യമാണ്, കർത്താവ്, ഞാൻ ഇത്രയും കാര്യം ചെയ്തിട്ട് എന്നെ മറന്നിരിക്കുവാണ്. പക്ഷെ താങ്കളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്, പെറ്റ തള്ള തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും, അമേൻ സ്തോത്രം ചെയ്തു, അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രികാലം താങ്കളോട് സംസാരിക്കുക. വലിയൊരു ഒറ്റപ്പെടല്ല താങ്കളായിരിക്കുന്നത്. അത് ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ. ആരുടെടുത്തും അത് കേൾക്കുവാൻ, അത് പലപ്പോഴും അത് കേൾക്കുവാൻ പോലും ആളുകളില്ലാതെ നിൽക്കുന്നതാ. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായ ആലോചന കൈമാറുകയാ. ചിലതിനെ ഉരുട്ടി മാറ്റുവാനാ ദൈവത്തിന് പദ്ധതി എന്ന് വളരെ വ്യക്തമായി രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ മനസ്സിലും എനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന വലിയൊരു ദൈവ സാന്നിധ്യമുണ്ട്. അന്യഭാഷകളിൽ അല്പസമയം ഒന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുമോ? അങ്ങനെയെങ്കിൽ ഈ മെസ്സേജ് കഴിയുന്നതിന് മുമ്പ് തന്നെ ചില കുടുംബത്തിന്റെ അകത്ത് അസാധാരണമായ ചില ഡെലിവറൻസുകൾ നടക്കുമെന്ന, തലമുറയുമായി ബന്ധപ്പെട്ട അമേൻസുള്ള ചില വിഷയത്തിന്റെ അകത്ത് വലിയ രീതിയിൽ അമേൻസുള്ള ദൈവപ്രവൃത്തി നടക്കുമെന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് രാത്രികാലം അമേൻസുള്ള പറയുന്ന സമയത്ത് അന്യഭാഷയിൽ ആരാധിച്ച് ഒന്ന് ജയമെടുക്കുവാൻ കഴിയുന്ന പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ നോക്കണ്ട, മറ്റുള്ളവരെ വിടുതലിന് വേണ്ടിയിട്ടല്ല നമ്മളോട് വന്നിരിക്കുന്നത്. അല്ലേ അമേൻസുള്ള പ്രിയ ഡോക്ടർ സുജാ ജോർജ്, പ്രിയ കർത്താവിന്റെ ദാസിയെ, മറ്റുള്ളവരുടെ വിടുതലിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും താങ്കൾ പ്രവർത്തിക്കാറുള്ളത്. പക്ഷേ ഈ രാത്രികാലം അമേൻസുള്ള സ്വന്തം വിടുതലിന് വേണ്ടിയിട്ടാണ് ഈ മീറ്റിംഗിനകത്ത് കടന്നു വന്നതെങ്കിൽ മറ്റുള്ളവരെ നോക്കണ്ട, താങ്കളുടെ കുടുംബത്തിനകത്ത് വലിയൊരു ദൈവപ്രവൃത്തി നടക്കുവാൻ പോകുന്നുവെന്ന, തലമുറയുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് വലിയൊരു ദൈവപ്രവൃത്തി നടക്കുവാൻ പോകുന്നുവെന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുന്ന സമയത്ത് അമേൻസുള്ള നയീനിലെ ഒരു വിധവയുണ്ട്. ഈ നയീനിലെ വിധവയുടെ പ്രത്യേകത, അദ്ദേഹം അമേൻസുള്ള പുറത്തോട്ട് ഇങ്ങനെ വരുവാ. പുറത്തോട്ട് വരുന്ന സമയത്ത് യേശു ഒരു അഭിമുഖമായിട്ട് അകത്തോട്ട് വരുക. ഇന്ന് രാത്രികാലം അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് താങ്കളോട് വളരെ വ്യക്തമായി ഇടപെടുന്ന ഒരു കാര്യമുണ്ട്. ജീവിതത്തിന്റെ അകത്ത് അമേൻ സ്തോത്രം ചെയ്യുന്ന പുറത്തോട്ട് വിടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒതുക്കി വെച്ചിരിക്കുന്ന മണ്ഡലത്തെ ഈ രാത്രികാലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ അധികാരത്തോടു കൂടിയിട്ട് ഞാൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഏത് മണ്ഡലമാണോ താങ്കളുടെ കുടുംബത്തെ അമേൻ സ്തോത്രം ചെയ്യുന്ന പുറത്തോട്ട് വിടത്തില്ല എന്ന് പറഞ്ഞത്, ഏത് മണ്ഡലമാണോ താങ്കളെ ഇനി പിടിച്ചു വെക്കുകയുള്ളൂ എന്ന് പറഞ്ഞത്, ഏത് മണ്ഡലമാണോ താങ്കളെ ഇനി ഒതുക്കും എന്ന് പറഞ്ഞത്, അതേ മണ്ഡലത്തിനകത്തോട്ട് ഇന്ന് രാത്രികാലം എന്റെ യേശു കർത്താവ് ഒരു എൻകൗണ്ടർ ചെയ്യുവാൻ വേണ്ടി വരികയാ. അവിടെ വരുന്ന സമയത്ത് യേശു അവളെ കണ്ടു. അവളുടെ കണ്ണുനീർ കണ്ടപ്പോ മഞ്ചം അവൻ തൊട്ടവരോട് ദൈവാത്മാവ് ഇങ്ങനെ തന്നെ ഒരു കാര്യം പറയുക, താങ്കളുടെ പല വിഷയങ്ങളും പലരും ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ചില നാളുകളായി. പലരുടെ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് താങ്കൾ അത്രയും പ്രാർത്ഥിച്ചതാ. പക്ഷെ താങ്കളുടെ വിഷയം ഇപ്പോൾ ചുമന്നുകൊണ്ട് നടക്കുക. പക്ഷേ ദൈവാത്മാവ് സംസാരിക്കുന്ന ഒരു കാര്യം, അകത്ത് കയറി കർത്താവ് മഞ്ചത്തെ തൊട്ടു. എന്തോന്നറിയാമോ? ആത്മീകമായ മർമ്മം ഞാൻ അവിടെ നിന്ന് കൈമാറട്ടെ. മഞ്ചത്തെ തൊട്ട് എന്തിനാന്ന് വെച്ചാൽ ഇനി അത് ഗോസിപ്പായിട്ട് പുറത്തു പോകത്തില്ല. ഇനി അത് നിനക്ക് വിരോധമായ വിരോധകൽപ്പനയായി പോകത്തില്ല. ഇനി അത് നിനക്ക് എതിരായ വാക്കുകളായിട്ട് പുറത്തു പോകത്തില്ല. അമേൻ സ്തോത്രം ചെയ്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ തന്നെ കൃത്യമായ ബോധത്തിൽ ഞാൻ ഇടപെടട്ടെ. പ്രിയ കർത്താവിന്റെ ദാസിയെ, ചില പ്രത്യേകമായ മേഖലയുടെ അകത്ത് അമേൻ സ്തോത്രം താങ്കളായിരിക്കുന്ന മേഖലയുടെ അകത്ത് ചില പ്രത്യേകമായ വിഷയത്തിന്റെ അകത്ത് വല്ലാതെ കുടുങ്ങി വല്ലാതെ ഞെരുങ്ങിയ ഇന്നായിരിക്കുന്നത്. പക്ഷെ ദൈവാത്മാവ് സംസാരിക്കുക, യേശു ഈ രാത്രികാലം ആ വിഷയത്തിന്റെ അകത്ത് അത്ഭുതകരമായി പ്രവർത്തിക്കുവാൻ പോകുകയാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു കാര്യം കൂടെ അവൻ പ്രിയ ദാസിയോടുള്ള ബന്ധത്തിൽ ഓർമ്മിപ്പിക്കുകയാ. ശത്രുഘ്നെയും മേശകിനെയും അബേദ്നെഗോവിനെ തീയിലിട്ടപ്പോഴേ അവിടെ ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്, ചൂട് 7 മടങ്ങ് വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ ചില ദിവസങ്ങളിൽ പ്രിയ കർത്താവിന്റെ ദാസിയെ കടന്നു പോകുന്നത് 7 മടങ്ങിനേക്കാൾ ഇരട്ടിയുള്ള ചൂടിലൂടെയാണ്. ആരോട് പറയാനല്ലേ?
പറഞ്ഞാൽ ചോദ്യം, താങ്കളൊരു ഡോക്ടറല്ലേ? പറ്റത്തില്ലെന്നാ. പക്ഷേ ഈ രാത്രികാലം ഒരു കാര്യമുണ്ട്. രാജാവിൻ്റെ ഒരു പ്രത്യേകത, രാജാവ് ചിന്തിച്ചത് ആ തീയിലിട്ട് അങ്ങ് ഒതുക്കി കളയാമെന്നാ. പക്ഷേ ആ തീയിലിട്ട് ഒതുക്കി കളഞ്ഞ സമയത്ത് അവിടെ ഒരു വാക്കുണ്ട്, ബന്ധിച്ച തീയിലിട്ടതാ. പക്ഷെ ബന്ധനം അഴിഞ്ഞ തീയിൽ നിന്ന് പുറത്തു വന്നതാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രാത്രികാലം സംസാരിക്കുന്നു. ഈ മീറ്റിംഗിൽ അകത്തായിരിക്കുന്നത് വലിയ തകർച്ചയോട് കൂടിയിട്ടാ. പക്ഷെ ഇതിന്റെ അകത്ത് നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് താങ്കൾക്ക് വേണ്ടിയിട്ട് ചില വ്യക്തികളോട് സംസാരിക്കുവാൻ പോകുന്നുവെന്ന് വളരെ വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറിയ പുറത്തു വന്നപ്പോ രാജാവ് ചാടി എഴുന്നേറ്റു. അല്ലെങ്കിൽ അകത്ത് വീട് കഴിഞ്ഞ സമയത്ത് 4 പേര് കൂടെ നടക്കുന്ന കണ്ടപ്പോ രാജാവ് ചാടി എഴുന്നേറ്റു. ഇടാൻ പറഞ്ഞത് ആരാ? ഈ പുള്ളി തന്നെയാ അല്ലേ? പക്ഷേ ഒരു ദൂത് ഞാൻ അവിടെ നിന്ന് അമേഴ്സ് ഞാൻ എല്ലാവരോടും ആയിട്ട് പൊതുവായിട്ടൊന്ന് കൈമാറട്ടെ. നീ വീണപ്പോൾ പലരും സന്തോഷിച്ചിട്ടുണ്ടാകും, നീ തകർന്നപ്പോൾ പലരും സന്തോഷിച്ചിട്ടുണ്ടാകും. ഞാനൊരു കാര്യം തുറന്ന് ഞാൻ സംസാരിക്കുക. അത് നിങ്ങളത് എങ്ങനെ എടുത്താലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ദൈവാത്മാവ് പറയുന്നത് കൂടെ ഞാൻ ആ രീതിയിൽ തന്നെ പറയുക. നമ്മളോടെ തോളത്ത് കൈയിട്ട് നടക്കുന്ന പല ആളുകളും നമ്മൾ നന്നാകണം എന്നൊരു ചിന്തയിലാന്നുള്ള ചിന്ത അതങ്ങ് മാറ്റി വെച്ചു. നമ്മളെ ഏറ്റവും അധികം സന്തോഷിക്കുമ്പോഴേ നമ്മളെ ചേർത്ത് പിടിക്കുന്ന പലരും സന്തോഷിക്കുകയല്ല എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഹാമാൻ മൊർദെഖായിക്കെതിരെ ഒരു വിരോധ കൽപ്പന എഴുതി. വിരോധ കൽപ്പന എഴുതിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹാമാൻ ഒരു പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചില വിരോധ കൽപ്പന അങ്ങനെയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുക. ശാന്തമായിട്ട് ഞാൻ ഇടപെടട്ടെ പ്രിയരെ. ചിലര് നമ്മളെ സന്തോഷിപ്പിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൈവാത്മാവിനോട് സംസാരിച്ചൊരു പദമുണ്ട്. വിശ്വാസികളുടെ ഇടയിലാണ് ഇന്ന് ഏറ്റവും അധികം ഈ കൂടോത്രവും പക്ഷപാതവും വരുന്നത്. ഞാനത് തുറന്ന് സംസാരിക്കട്ടെ. അത് നിങ്ങൾ അംഗീകരിക്കുക എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഈ പുള്ളി എന്നാ പറയുന്നതെന്നൊക്കെ ചിന്തിക്കുവാനും കുഴപ്പമില്ല. എന്നാൽ ദൈവാത്മാവ് എനിക്ക് അങ്ങനെ നിയോഗം തരുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ലൊരു വീട് വാങ്ങി നോക്കിക്കേ, നല്ലൊരു വണ്ടി എടുത്ത് നോക്കിക്കേ. പോട്ടെ, നമ്മുടെ പിള്ളേർക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടി നോക്കിക്കേ. എന്നാ പറയുക നല്ലതാന്നൊക്കെ പറയുക. പക്ഷെ ചിന്ത എന്തുവാ? എൻ്റെ മോന് കിട്ടിയില്ല. ഇന്ന് രാത്രികാലം ആ ബന്ധനം വഴിയണം. ഇന്ന് രാത്രികാലം ദൈവസഭയുടെ വിടുതൽ നടക്കണമെങ്കിൽ അമേൻ സ്വന്തം ചെയ്യുന്ന ഹൃദയത്തിന്റെ അകത്തുള്ള വിചാരങ്ങൾക്ക് അതിന് മാറ്റം വരണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുമ്പോൾ അമേൻ സ്വന്തം തീച്ചൂളയിലോട്ട് ഇടുന്ന സമയത്ത് രാജാവിന് ഒറ്റ ചിന്തയുള്ളൂ, ഇവർ സേവിക്കുന്ന ദൈവം സത്യദൈവമല്ല എന്ന് ഞാൻ പ്രൂവ് ചെയ്യും. പക്ഷേ അമേൻ സ്വന്തം ഇട്ടവൻ തന്നെ ചാടി എഴുന്നേറ്റുവെങ്കിൽ ഇവിടെ നിന്ന് ഒരു ദൂത് ഞാൻ എൻ്റെ പ്രിയങ്ങളോട് കൈമാറട്ടെ. അമേൻ സ്വന്തം അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിൽ മെലീത്ത ദ്വീപിലോട്ട് പൗലോസും അമേൻ സ്വന്തം തന്നെ കൂടെയുള്ള പ്രിയമുള്ളവരും കടന്നു പോകുകയാ. അസാധാരണമായ ദയ അവർ പൗലോസിനോട് കാണിച്ചു. പക്ഷേ പൗലോസ് തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വിറക് ആ എടുക്കുന്ന സമയത്ത് എന്ത് പറ്റി? കയ്യിലൊരു അണലി കടിച്ചു. പക്ഷേ ഒരു ആത്മീയമായ മർമ്മം എനിക്ക് അവിടെ കൈമാറുവാനുണ്ട്. ദയ കാണിച്ചവർ പറയുന്ന ഒരു വാക്കുണ്ട്, ഈ മനുഷ്യൻ ഒരു കൊലപാതകനാണ്. ദയ കാണിച്ചവർ തന്നെയാ പറയുന്നതെന്ന്, ഇന്നലെ വരെ ചേർത്ത് പിടിച്ചവർ തന്നെയാ പറയുന്നതെന്ന്, ഇന്നലെ വരെ പ്രാർത്ഥിച്ചവർ തന്നെ പറയുന്നതെന്ന്. എന്തുവോ പറയുന്നേ? അമേൻ സ്തോത്രം ചെയ്യുന്നു, ഇവരൊരു കൊലപാതകനാ. പക്ഷെ ഓർക്കണം പ്രിയമുള്ളവരെ, എന്നിട്ട് അവിടെ ഒരു പദമുണ്ട്. അമേൻ സ്തോത്രം, ഇതൊന്നും ഞാൻ പ്രിപ്പയർ, എനിക്ക് ആ മെസ്സേജിലോട്ട് പോലും ഇന്ന് കടക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ എഴുതി വെച്ചൊരു പോയിന്റിലോട്ട് പോലും എനിക്ക് കടക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ കൃത്യമായ ദൈവസ്ഥാനത്തിൽ ഞാനൊരു കാര്യം കൈമാറട്ടെ. അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവരങ്ങോട്ട് നോക്കി നിൽക്കുക. ഇവർ വളരെ നേരം നോക്കി നിന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി രാത്രികാലം സംസാരിക്കുക. ചില കണ്ണുകടിയുടെ ആത്മാവിന്റെ മേൽ ഈ രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി പല കുടുംബത്തിന്റെ അകത്തും ഇടപെടുവാൻ പോകുകയാണെന്ന് ഈ രാത്രികാലം അമേൻ സ്തോത്രം, നീ ഉയരരുത്, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടരുത്, നിന്റെ കുഞ്ഞിനൊരു വിടുതൽ ഉണ്ടാകരുത്, നിനക്കൊരു ഭാവി ഉണ്ടാകരുത് എന്ന് പറഞ്ഞ ആ അന്ധകാര മണ്ഡലത്തെ ഇന്ന് രാത്രികാലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ അധികാരത്തോടു കൂടിയിട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന സമയത്ത് ആത്മാവിൽ ഞാൻ കാണുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് നമ്മളായിരിക്കുന്ന റൂമിനകത്ത് ദൂതഗണങ്ങളുടെ ഒരു സഞ്ചയനമുണ്ട്. ദൂതഗണങ്ങൾ ഇറങ്ങി നിൽക്കുകയാ. ഈ രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി വിളിച്ചു പറയുമ്പോൾ നാം കാണാത്ത ദൂതഗണങ്ങൾ നമുക്ക് പുറകിൽ അമേൻ സ്വന്തം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ ആരാധിക്കുന്ന പ്രിയമുള്ളവരെ, ഈ രാത്രികാലം താങ്കളുടെ കുടുംബത്തിന് രക്ഷ വന്നിരിക്കുന്നു. ഈ രാത്രികാലം താങ്കളുടെ വീടിന് രക്ഷ വന്നിരിക്കുന്നു. മറ്റുള്ളവരെ നോക്കല്ലേ എൻ്റെ പ്രിയമുള്ളവരെ. ആരാധിക്കുവാൻ കഴിയുമെങ്കിൽ ഈ രാത്രികാലം താങ്കളുടെ വിടുതല അമേൻ സ്വന്തം താങ്കളുടെ ആരാധനയിലാണ് വെളിപ്പെടുന്നത്. താങ്കളുടെ വിടുതൽ താങ്കളെ സ്പെഷ്യലിസ്റ്റിനെ വിളിക്കുമ്പോഴല്ല വെളിപ്പെടുന്നത്. നമ്മുടെ ഒരു തെറ്റിദ്ധാരണ, സ്പെഷ്യലിസ്റ്റ് വന്നാൽ മാത്രമേ വിടുതൽ നടക്കുള്ളൂ. അല്ല,
സ്പെഷ്യലിസ്റ്റ് വന്നാൽ മാത്രമൊന്നല്ല വിടുതലെടുക്കുക. കഴിഞ്ഞ ദിവസം അമേൻസോറും ചെയ്യുന്നു. കഴിഞ്ഞ അമേൻസോർ ഒക്ടോബർ മാസത്തിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ 21 ഡേയ്സ് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവ് ഒരു നിയോഗം നൽകി. ഫാസ്റ്റിംഗ് ആയിട്ടല്ല, ഒരു 21 ഡേയ്സ് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട്. തുടക്കത്തിലെ ദൈവാത്മാവ് സംസാരിച്ചു, ഇത് വിചാരിക്കുന്നവർ അത്ര എളുപ്പമല്ല. അങ്ങനെ തന്നെ ഓരോ കാര്യങ്ങൾ സംഭവിച്ചു. ആദ്യത്തെ ദിവസം നമ്മുടെ കോളേജിൽ ഒരു പയ്യന് ഭയങ്കര ഒരു ഡീമോണിക് സ്പിരിറ്റ് ഇളകി. അവൻ ഏകദേശം രാവിലെ എന്ത് ചെയ്തെന്ന് പറയുക, ഒരു 13 കിലോമീറ്റർ ഇവൻ ഓടി. ഇവന്റെ പുറകെ ബൈക്ക് കൊണ്ട് പോയിട്ട് ഒരു പിള്ളേർക്ക് പിടിക്കാൻ പറ്റുന്നില്ല, ടീച്ചേഴ്സിന് പിടിക്കാൻ പറ്റുന്നില്ല. രാത്രി ഇവനെ കൊണ്ടുവന്ന് റൂമിൽ കൊണ്ട് കിടത്തി. സാറ് പറഞ്ഞു, അമേൻ പറഞ്ഞു, രാത്രി ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാകരുത്, അമേൻ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ദൈവാത്മാവ് ഇടപെട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ച സമയത്ത് വലിയ പുള്ളിയാ, ലൂസിഫർ എന്നൊക്കെ പറഞ്ഞ് അമേൻ ഒടിയ മാത്രം അറിയുന്ന നല്ല ഇംഗ്ലീഷ് സംസാരിക്കുക. അപ്പം നല്ല കിടുക്കാച്ചിയുടെ ഇംഗ്ലീഷ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. രാത്രികാലം പ്രാർത്ഥിച്ചു. അമേൻ പറഞ്ഞു ആ വിഷയത്തിന്റെ മേലെ വിടുതലെടുത്ത് പറഞ്ഞു വന്നത് എൻ്റെ കഴിവ് കൊണ്ടല്ല, പക്ഷേ ആദ്യത്തെ ആ ഒരു സൂചന കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു വിഷയം എന്നെ മെന്റലി തകർക്കുവാൻ വേണ്ടിയിട്ട് അമേൻ സ്വത്രം ചെയ്തു. എൻ്റെ മാതാവ് കഴിഞ്ഞ 7 മാസക്കാലമായിട്ട് ചെറുതായിട്ടൊന്ന് അമേൻ വീണ ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ വീട്ടിലല്ല ഉള്ളത്. അപ്പോൾ അമ്മയുടെ അനിയത്തിമാരുടെ അമ്മയുടെ സഹോദരിമാരുടെ ഒക്കെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് വീടൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് നിൽക്കുക. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ ഒരു വീഡിയോ വന്നു, ഇങ്ങനെ വീടൊക്കെ കാട് പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ എന്നെ മാനസികമായിട്ട് തകർക്കാനുള്ള ശ്രമമായിരുന്നേ. അമേൻ ഞാൻ ആ വിഷയത്തെ ഞാൻ അത് അമേൻ പറഞ്ഞു അവിടെ അതിജീവിച്ചു. പക്ഷെ അതിനുശേഷമായിട്ട് അമേൻ 21ാമത്തെ ദിവസം വരുന്നതിന് തൊട്ട് മുമ്പ് 18ാമത്തെ ദിവസം ഞാൻ തീരുമാനമെടുത്തു. 17ാമത്തെ ദിവസം ഞാൻ തീരുമാനമെടുത്തു, അടുത്ത 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഫാസ്റ്റിംഗ് ഇരിക്കും. അമേൻ തിങ്കളാഴ്ച തൊട്ട് ബുധനാഴ്ച വരെ ഫാസ്റ്റിംഗ്, ബുധനാഴ്ചയാണ് ഇത് അവസാനിക്കുന്നത്. പക്ഷേ ശനിയാഴ്ച രാത്രിയായപ്പോൾ അതികഠിനമായ നടുവേദന എനിക്ക് വന്നു, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. ആ സമയത്ത് അമേൻ സ്വരം ഞാൻ ചിന്തിച്ചു, ഇത് അമേൻ സ്വരം എന്നെ ഇതിൽ നിന്ന് മാറ്റുവാനുള്ള ഒരു ശ്രമമാണ്. പക്ഷെ ദൈവാത്മാവിനോട് സംസാരിച്ചു, നീ ഒരു കാര്യം ചെയ്യ്, അവൻ്റെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, പ്രാർത്ഥിക്കുക, അവനോട് കിടക്കാൻ പറഞ്ഞു. അവൻ ഒറ്റ ഗ്ലാസ് വെള്ളം എടുത്തു. ഞാൻ കരം വെച്ച് പ്രാർത്ഥിച്ചു, ഒറ്റ പ്രാർത്ഥന, കർത്താവേ ഇത് അമേൻ സ്വരം ചെയ്യുന്നു പിശാചിനാൽ ഉള്ളതാണെങ്കിൽ, ആ ഉപവാസത്തെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഇന്ന് രാത്രികാലം മാറണമെന്ന് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. മണിക്കൂറുകൾ പ്രാർത്ഥിച്ചില്ല, മിനിറ്റുകൾ പ്രാർത്ഥിച്ചില്ല. ആ പ്രാർത്ഥിച്ച സെക്കൻഡിൽ തന്നെ എനിക്കൊരു വിടുതൽ നൽകി. എന്തിനെന്നറിയാമോ? നാവിന്റെ മേലുള്ള അധികാരത്തെ ഇന്ന് രാത്രികാലം തിരിച്ചറിയുവാൻ തയ്യാറാകുന്നുവെങ്കിൽ സ്പെഷ്യലിസ്റ്റ് അല്ല നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, പാസ്റ്റേഴ്സ് അല്ല നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ രാത്രികാലം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്നൊരു കാര്യം എനിക്കറിയത്തില്ല. അമേൻ സ്വരം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കേട്ട വളരെ മനോഹരമായ ഒരു ചിന്ത. അതെങ്ങനെയാ എന്നറിയാമോ? നമ്മുടെ പ്രശ്നത്തിന്റെ പരിഹാരം എവിടെ കിടക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ പ്രശ്നത്തിന്റെ പരിഹാരം നമ്മൾ എവിടെയാണോ മുട്ടുമടക്കുന്നത് അവിടെയാണ് നടക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളെ ചില സമയത്ത് പ്രശ്നം വരുമ്പോൾ ആദ്യം എന്നാ ചെയ്യും? കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒത്തിരി ആളുകൾ വിളിച്ച ടൈമിൽ ഇവർക്കെല്ലാം ദൂത് കേൾക്കാൻ വേണ്ടി ഒത്തിരി ആളുകൾ വിളിക്കും. അത് പണ്ട് കർത്താവ് പറഞ്ഞ കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഒരു കൂട്ടം വിശ്വാസികളെ കുറിച്ച് പറയുക. അപ്പം തിന്നാനൊരു കൂട്ടം, സൗഖ്യമാകാൻ ഒരു കൂട്ടം, മറ്റുള്ളവർക്ക് എന്താ വിടുതൽ നടക്കുമെന്ന് കാണാൻ വേണ്ടി ഒരു കൂട്ടം. പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ട് സത്യമായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെ കുറിച്ച് പറയുക. ഈ രാത്രിക്കാലം ഞാനൊരു ദൂത് അവിടെ നിന്നൊരു അമേൻ സ്വരം പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും ആയിട്ടങ്ങ് കൈമാറട്ടെ. എൻ്റെ പ്രിയരെ, ജീവിതത്തിനകത്ത് നമുക്ക് ദൂത് കേട്ടില്ലേലും അമേൻ സ്വരം നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയ ദൈവം തന്നെ നമ്മളോട് ദൂത് സംസാരിക്കും. ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ്, മറ്റൊന്നും കൊണ്ടല്ല. കഴിഞ്ഞ 2 വർഷത്തോടെ ഇവിടെ ഒഡീഷയിലാണ്. കർത്താവ് അനുവദിച്ചാൽ ഞാൻ ഈ വർഷം ഇവിടെ നിന്ന് മൂവ് ചെയ്യും. ദൈവാത്മാവ് ഒരു നിയോഗം നൽകി 21 ദിവസം ഉപവാസം എടുക്കാൻ. കഴിഞ്ഞ ഞായറാഴ്ച അത് കംപ്ലീറ്റ് ചെയ്യാൻ. ഒരു പ്രവാചകനുമല്ല, ദൈവാത്മാവ് കൃത്യമായിട്ട് വചനത്തിലൂടെ എന്നോട് സംസാരിച്ചു, എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, ഏത് രീതിയിലാണ്. എന്തിനാ പറഞ്ഞത്? ചില സമയത്തെ ഈ പ്രവാചകന്മാരെയും ആളുകളെ വിളിക്കുന്നതിനൊന്നും ഞാൻ എതിരല്ല. ഈ സ്പെഷ്യലിസ്റ്റിനെ വിളിക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, അവരുടെ സമയം ഒക്കണം. ചില ആളുകളെ വിളിച്ചാൽ കിട്ടത്തുപോലുമില്ല, അല്ലേ? ഞാൻ 2025 ഇരുന്ന സമയത്ത് അതും കൂടെ പറഞ്ഞ് ഞാനങ്ങ് ആ ഒരു ഭാഗത്തൂടെ കൺക്ലൂഷനോടെ അങ്ങ് വരാം. അതുകൊണ്ട് കുറച്ച് ശാന്തമായിട്ടൊന്ന് സംസാരിക്കുന്ന ചിലരുടെ ഉള്ളിലോട്ട് ഇതൊന്ന് കയറാൻ വേണ്ടിയിട്ടാണ്. 2025 എന്നെ ഏറ്റവും അധികം കർത്താവ് പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ് ചുവരിൻ്റെ നേരെയുള്ള പ്രാർത്ഥന. യെസ്കിയാവിൻ്റെ പ്രാർത്ഥനയാണ്. 38-ാം അധ്യായം യെശയ്യാപ്രവാചകന്റെ പുസ്തകം. എന്തുവാ പ്രാർത്ഥനയുടെ പ്രത്യേകത? യെശയ്യാപ്രവാചകൻ വന്ന് പറയുക, നീ സൗഖ്യമാകത്തില്ല, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കണം, നീ മരിച്ചു പോകാൻ പോവുക. ആ മനുഷ്യൻ വന്ന് ഞാൻ എന്ന ധൈര്യത്തിലല്ലേ നീ തട്ടിപ്പോകാൻ പോകാന്നൊക്കെ ഒരു രാജാവിൻ്റെ അടുത്തുകൊണ്ട് പറയുന്നത്. സൗഖ്യമാകാൻ യാതൊരു സാധ്യതയില്ല. പക്ഷേ അവിടെ യെസ്കിയാവ് ചെയ്തൊരു കാര്യമുണ്ട്. അമേൻ പറഞ്ഞു, ആ മനുഷ്യൻ ചെയ്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ ചുവരിൻ്റെ നേരെ തിരിഞ്ഞു. ചുവരിൻ്റെ നേരെ തിരിഞ്ഞ സമയത്ത് അവൻ പ്രാർത്ഥിച്ചു. അമേൻ പറഞ്ഞു, ഏത് വ്യക്തിയാണോ വന്ന് പറഞ്ഞത് നീ മരിക്കുമെന്ന് പറഞ്ഞത്, അവനെ കൊണ്ട് തന്നെ അതിൻ്റെ 5-ാമത്തെ വാക്യം 38-5 അവൻ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. യഹോവ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീര് കണ്ടു, നിന്റെ അമേൻ പറഞ്ഞു ആയുസ്സിനോട് ചില കാര്യങ്ങളെ കൂട്ടിച്ചേർത്തുവെന്ന്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രികാലം എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരോട് വളരെ വ്യക്തമായി സംസാരിക്കുന്നു.
പറയുന്നു, സോറി ഇസ്കിയാവാണ്, സോറി. അമേൻ സ്തോത്രം ചെയ്യുന്നു. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അമേൻ സ്തോത്രം, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഈ രാത്രികാലം എത്ര പേർക്ക് പറയുവാൻ സാധിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന ഇന്ന് കേട്ടിരിക്കുന്നു, എൻ്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, എൻ്റെ ജീവിതത്തിനകത്ത് ചില കൂട്ടിച്ചേർക്കലുകൾ ദൈവം നടത്തുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് ആത്മാവിൽ പ്രഖ്യാപിക്കുന്ന പ്രിയമുള്ളവരെ, ആ ചുവരിന്റെ നേരെയുള്ള പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണെന്ന് അറിയുമ്പോൾ 2025 എന്നെ പഠിപ്പിച്ചു, ഒരു മനുഷ്യന് നമ്മുടെ കൂടെ ഉണ്ടാകത്തില്ല. എനിക്ക് ഒത്തിരി സ്നേഹിതന്മാരുണ്ട്, ദൈവവേലയിൽ നിൽക്കുന്ന ആളുകളാണ് കൂടുതലും. പക്ഷേ ഒരു സാഹചര്യം വന്നപ്പോൾ പ്രിയമുള്ളവർ, ഞാൻ അവരെയൊക്കെ വിളിച്ചപ്പോൾ അവരൊക്കെ തിരക്കാം. ഞാൻ എൻ്റെ റൂമിൽ നിലത്തും കമന്നങ്ങ് കിടന്നിട്ട് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഇതെന്തുകൊണ്ടാണ്? ആ സമയത്ത് പെട്ടെന്ന് മനസ്സിലോട്ട് പാട്ടുന്ന അഴലേറും ജീവിതം അരുവിൽ. ആ പാട്ട് എന്നോട് സംസാരിച്ചൊരു പദമുണ്ട് കേട്ടോ, ആമേൻ. ആരൊക്കെ മറന്നാലും നിന്നെ മറക്കാത്തൊരു ദൈവം ഉണ്ടെന്നാ. എന്ന ജീവിതത്തിൻ്റെ അകത്ത് ഏതൊക്കെയോ വ്യക്തികൾ നിമിത്തമായിട്ട് നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന പലതും ഉണ്ടല്ലോ. അമേൻസോട് ചേർത്ത് പിടിച്ച പലരും മാറിയപ്പോൾ അമേൻസോട് നിന്ന് ചേർത്ത് പിടിക്കുന്ന അരുമനാഥൻ ഈ രാത്രികാലം പറയുക, അമേൻ, ആരൊക്കെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് ആ ദൈവം എന്നെ ആശ്വസിപ്പിച്ച് അമേൻസോട്. അതിനുശേഷം എൻ്റെ പ്രിയരെ, എനിക്ക് അറിയത്തില്ല എന്നാ സന്തോഷം എന്നറിയാം. പിന്നെ എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമേൻസോട് ചെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭയങ്കര ദുഃഖമാണ്. ഞാൻ എന്നെ ചെയ്യും, എൻ്റെ ബൈബിൾ എൻ്റെ നെഞ്ചത്തോടെ അങ്ങ് ചേർത്ത് പിടിക്കും. ഏറ്റവും നല്ല പ്രാർത്ഥനയാണ്, ഏറ്റവും നല്ല പ്രാർത്ഥന. നമ്മുടെ അധരങ്ങൾ ചലിപ്പിക്കേണ്ട, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തൊരു വാക്ക് പോലും വേണ്ട. ഈ വചനം അങ്ങ് ചേർത്ത് പിടിക്കുമ്പോൾ ഇത് ജീവശ്വാസവാ, ദൈവശ്വാസീവാ. ഇത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ ഒരു ശ്വാസം അങ്ങ് വരും. അങ്ങനെ ആ സമയത്ത് ആ ടൈമിൽ ദൈവാത്മാവ് ഏറ്റവും അധികം എന്നെ പഠിപ്പിച്ച പ്രാർത്ഥന ചുവരിൻ്റെ നേരെയുള്ള പ്രാർത്ഥന. ബൈബിൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഒത്തിരി ഏകാന്തതയിലൂടെ കടന്നു പോയതുകൊണ്ട് ഇന്നും എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഞാൻ ഏറ്റവും അധികം ദൈവത്തെ കാണുന്നത് എൻ്റെ ഏകാന്തതയിലാണ്. ഞാൻ ഏറ്റവും അധികം, എൻ്റെ പ്രിയരെ, ദൈവത്തെ കാണാനുള്ള ഏറ്റവും ബെസ്റ്റ് സമയം അത് ആൾക്കൂട്ടത്തിലല്ല, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ്. വേദപുസ്തകം ചരിത്രം നോക്കിക്കോ, മരുഭൂമിയിലൂടെ കടന്നു പോയവർ മാത്രമേ ദൈവത്തെ കണ്ടിട്ടുള്ളൂ. ഏതെങ്കിലും കൊട്ടാരത്തിലിരിക്കുന്നവൻ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ലെന്നേ. മരുഭൂമിയിലൂടെ കടന്നുപോയ മോശയെ ദൈവത്തെ കണ്ടത്. മരുഭൂമിയിലൂടെ കടന്നുപോയ കാട്ടിൽ കിടന്ന ആട്ടിടയനായ ആ മനുഷ്യനാ ദൈവത്തെ കണ്ടത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചില മരുഭൂമികൾക്ക് ഇന്ന് രാത്രി കിടന്ന് നന്ദി പറയണം കേട്ടോ. നമ്മുടെ ഈ മെസ്സേജിൻ്റെ അവസാന സമയത്തൂടെ ഇങ്ങനെ ടൈം ഞാൻ കൃത്യ ടൈമിൽ തന്നെ ഞാൻ നിർത്തും. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. 9:20 വരെ സമയമുണ്ട്, ഒരു 6 മിനിറ്റ് കൂടെ. പ്രിയമുള്ളവരെ, മരുഭൂമി നന്ദി പറയാൻ പറ്റുമോ? മരുഭൂമിയിൽ നമ്മൾ ദൈവത്തെ കണ്ടു. വചനം വളരെ വ്യക്തമായി പറയുന്നു, ഹാഗർ ദൈവസന്നിധി ഇങ്ങനെ മുന്നോട്ടേ കടന്നു പോവുക. അപ്പൻ കൊടുത്ത കാര്യങ്ങളൊക്കെയായിട്ട് ഇങ്ങനെ ഇറങ്ങി പോവുക. പോകുന്ന സമയത്ത് അവൾ കരയുക. അവിടെ 16ാമത്തെ അധ്യായത്തിലും 21-ാം അധ്യായത്തിലും 2 സ്ഥലത്ത് ഹാഗർ കരയുക. ആദ്യത്തെ സ്ഥലത്ത് കരഞ്ഞപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ദൂതനെ അവിടെ അയച്ച് അവിടെ ആശ്വസിപ്പിച്ചു. രണ്ടാമത്തെ സ്ഥലത്ത് അവിടെ ഒരു ആത്മീയമായ മർമ്മം കൂടെ കിടക്കുന്നുണ്ട്. ഹാഗർ കരഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുക, അവിടെ ഒരു ഉറവുണ്ടെന്ന്. ഒരു ദൂതിയും കൈമാറട്ടെ, ചിലത് കണ്ണ് നിറഞ്ഞാലേ ചില ഉറവ് കാണാൻ പറ്റുള്ളൂ. ചില ഉറവ് കാണണമെങ്കിൽ കണ്ണ് നിറയണം. ആരെങ്കിലും കൂടെ നിൽക്കുമ്പോൾ കരയാൻ പറ്റുമോ? പറ്റത്തില്ലെന്ന്. അതുകൊണ്ടാണ് ചില പ്രത്യേക മേഖലയുടെ അകത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഇടുന്നത്. കോവിഡ് വന്നപ്പോൾ നമ്മൾ ഏറ്റവും അധികം പഠിച്ചൊരു കാര്യമാണ്, ഒറ്റയ്ക്ക് നിൽക്കാൻ നമ്മൾ പഠിച്ചു. അത് പലരും പഠിച്ചില്ല, അത് വേറെ കാര്യം. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയോട് സംസാരിച്ചു, അദ്ദേഹം പറയുക, ഞാനിപ്പോൾ മെറ്റയോട് ചാറ്റ് ചെയ്ത് ഭയങ്കര അടിപൊളിയാണ്. എഐയോടെ ചാറ്റ് ചെയ്ത് സംസാരിക്കാൻ ആളുകളില്ലാതിരിക്കുമ്പോഴേ ചില സമയത്ത് എഐ ഒക്കെ നമുക്കൊരു അനുഗ്രഹം ആകുമെന്ന്. പക്ഷെ ഞാൻ അതല്ല പറയാൻ ആഗ്രഹിക്കുന്നത്. ആരും കാണുന്നില്ല എൻ്റെ പ്രിയരെ, എൻ്റെ മാതാക്കളെ, എൻ്റെ പിതാക്കളെ, എൻ്റെ സഹോദരങ്ങളെ. ഒരുപക്ഷെ നിങ്ങളെക്കാൾ ഏറ്റവും പ്രായം കുറവുള്ള ഒരാളായിരിക്കും ഞാൻ. പക്ഷേ ചെറിയ അനുഭവത്തിന് വിളിച്ചത് ഞാനൊരു കാര്യം കൈമാറട്ടെ. നമ്മുടെ ഏകാന്തതയിൽ ഒന്ന് മുട്ടുമടക്കി നോക്കിക്കേ. നമ്മുടെ ഏകാന്തതയിൽ ദൈവത്തെ ഒന്ന് വിളിച്ചു നോക്കി. ഹാഗർ വിളിക്കുക. അവിടെ എന്നിട്ട് അവിടെ ഒരു പദം പറയുവാണ്, എൽ റോയി എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ കാണുന്നു. നമ്മുടെ ഏകാന്തതയിൽ ദൈവം നമ്മെ കാണുന്നു. നമ്മുടെ ഒറ്റപ്പെടലിൽ ദൈവം നമ്മെ കാണുന്നു. നമ്മുടെ രോഗത്തിൽ ദൈവം നമ്മെ കാണുന്നു. വലിയ കല്ലുകൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ദൈവം നമ്മെ കാണുന്നു. വലിയ തകർച്ചകൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ദൈവം നമ്മെ കാണുന്നു. വലിയ ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുമ്പോൾ പല ആളുകളും നമുക്ക് നേരെ ചെയ്യാത്ത തെറ്റിന് നേരെ ആരോപണങ്ങൾ പറയുമ്പോൾ ദൈവം നമ്മെ കാണുന്നു.
എന്നെ ഏറ്റവും അധികം ദൈവാത്മാവ് പഠിപ്പിച്ച ഒരു കാര്യം കൂടി ഉണ്ട്. എന്നാണെന്നറിയാമോ, ഈ കഴിഞ്ഞ ദിവസം 21 ദിവസം ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ വേറെ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല, കൃത്യമായിട്ടൊരു ഗൈഡൻസിന് വേണ്ടി പ്രാർത്ഥിച്ചു. കൃത്യമായിട്ട് 21 ദിവസം ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. എനിക്ക് കിട്ടിയ വാക്യവും ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്ന വാക്യവും പ്രോമിസ് വാക്യം പോലും അതുപോലെ കണക്റ്റിംഗ് ആണ്. അതാ യോശുവ 1:9. ആ കാര്യം ഇങ്ങനെ പറയുക, നീ പോകുന്നിടത്തൊക്കെയും നിന്റെ ദൈവമായ യഹോവ കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും. പ്രിയരെ, ജീവിതത്തിൻ്റെ അകത്ത് ഈ വല്ലാത്ത തകർച്ചയിലൂടെ കടന്നു പോകുമ്പോഴേ കയറെടുക്കുന്നതിനും ഈ ഡിപ്രഷനായി ഷോക്ക് അടിച്ചൊരു മൂലയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഫോട്ടോ ഈ കണ്ണാടി നോക്കിയിട്ടുണ്ടോ? ഡിപ്രഷൻ അടിച്ച് ഷോക്ക് അടിച്ച് കുത്തിയെന്ന് കരഞ്ഞ് നിങ്ങളുടെ ഫോട്ടോ ഒന്ന് കാണണം. എന്നാ സുന്ദരം എൻ്റെ പ്രിയമുള്ളവരെ. പക്ഷേ അതേ സമയത്ത് ഞാൻ അനുഭവിച്ചൊരു കാര്യമുണ്ട്. ദൈവസന്നിധി കരഞ്ഞിട്ട് കണ്ണാടി പോടുന്ന മുഖം നോക്കണം. ഒരു തേജസ്സാ. ഇന്നെനിക്ക് ആ മുഖം, ഇന്നെനിക്ക് രാത്രികാലം പല മുഖങ്ങളിൽ ആ ഒരു തേജസ് കാണാൻ പറ്റുന്നുണ്ട്. കയറിയപ്പോൾ വലിയ കല്ലുമായിട്ടാണ് കയറിയത്. ഇത്രേ ഉള്ളെന്നേ, ചെറിയ കടുകുമണിയുടെ അത്ര വലിപ്പമുള്ളെന്ന്. ഇതിനെയാ നമ്മൾ എന്നാ പറഞ്ഞേക്കുന്നത്, വലിയ എന്തോ സംഭവമാണ്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. വായിച്ച വാക്യം മറക്കരുത്. ദൈവം ചിലതിനെ ഉരുട്ടി മാറ്റുന്നത് ആ ഒരു പ്രധാന വിഷയത്തിലൂടെ എനിക്ക് കടക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എങ്കിലും ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ദൈവാത്മാവിന് സംസാരിക്കാനുള്ള കാര്യങ്ങൾ സംസാരിച്ചു. ഒരു കാര്യം കൂടെ, പേരെടുത്ത് വിളിച്ച് പറഞ്ഞില്ല എന്ന് വിചാരിച്ച് ആരും സങ്കടപ്പെടരുത്. കാരണം എല്ലാവർക്കും ഉള്ള ദൂതുകൾ അതിലുണ്ട്. ഒരു കാര്യം, ദൈവം ഉരുട്ടി മാറ്റുന്നത് അത് നമ്മളെ പിന്നീട് അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ പറഞ്ഞിങ്ങനെ അവസാനിപ്പിക്കട്ടെ. അവിടെ പറയും, മിസ്രയീമിനെ നിന്ന എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിലെ അടിമത്തം, കഴിഞ്ഞ കാലങ്ങളിലെ വേദന, കഴിഞ്ഞ കാലങ്ങളിലെ തടസ്സങ്ങൾ, കഴിഞ്ഞ കാലങ്ങളിലെ ഭാരങ്ങൾ, അതെല്ലാം ഉരുട്ടി മാറ്റുന്ന രാത്രികാലം. നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ദൈവകരങ്ങളോട് ഞങ്ങൾ അടുത്തു വരുന്നു. അപ്പോൾ ഈ രാത്രികാലം അങ്ങ് നൽകിയ രാത്രികാലമാണ്. ഇത് യഹോവയാൽ സംഭവിച്ച രാത്രികാലമാണ്. ഞങ്ങളുടെ ആരുടെയും ദൃഷ്ടിയിലോ ഞങ്ങളുടെ കഴിവുകൊണ്ടോ പ്രാപ്തി കൊണ്ടല്ല. ഇത് യഹോവയാൽ സംഭവിച്ചു. കർത്താവേ, ഇന്ന് പല കുടുംബത്തിനകത്തും അത്ഭുതകരമായ രക്ഷ വന്നതിനായി സ്തോത്രം. ആ കല്ല് വലുതായിരുന്നുവെങ്കിലും അത് ഉരുണ്ട് മാറി. കർത്താവേ, ആ ഭാരം വലുതായിരുന്നുവെങ്കിലും അത് ഉരുണ്ട് മാറി. ആ രോഗം ഡോക്ടർമാർ എക്സ്പയറി ഡേറ്റ് ഇട്ടതാണെങ്കിലും അത് ഉരുണ്ട് മാറി. കർത്താവേ, ഞങ്ങളുടെ തകർച്ചകൾ, ഞങ്ങളുടെ ഏകാന്തതകൾ, ഞങ്ങളുടെ ഒറ്റപ്പെടലുകൾ, ഇതെല്ലാം ദൈവത്തെ കണ്ടുമുട്ടുവാനുള്ള സമയമായിട്ട് മാറട്ടെ. ഈ ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പ്രിയമുള്ളവരും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. ദൈവനാമം മഹത്വം ഉയർന്നാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, അടിയൻ ഇപ്രകാരം ഒരു സമയത്തെ നൽകിയ കർത്താവിൻ്റെ ദാസന്മാരോട് ടീമിനോടുള്ള നന്ദി ഞാൻ ദൈവനാമത്തിൽ അറിയിക്കുകയാണ്. ഓർക്കുന്ന സമയത്ത് വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.